ദൈവവചനത്തിൻ്റെ സുപ്രധാനങ്ങളായ ചില മർമ്മങ്ങൾ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയത് പ്രസംഗ രൂപേണയല്ല. പ്രസംഗങ്ങളുമുണ്ട്, പക്ഷെ പ്രസംഗത്തെക്കാൾ ചില മാർമിക സത്യങ്ങൾ കിട്ടിയത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ്. ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ ചോദ്യങ്ങളാണ്. ഉദാഹരണം പത്രോസ് അല്ലെങ്കിൽ യോഹന്നാൻ. ഇന്നിപ്പോൾ നമ്മുടെ യൂത്ത് ക്യാമ്പുകളിൽ ഒരു QA സെക്ഷനുണ്ട്. ഞങ്ങളൊക്കെ അതിൽ വരാറുണ്ട്, ഉത്തരം പറയാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികൾ വലിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പലപ്പോഴും അവർ ഉയർത്തുന്ന ചോദ്യങ്ങളുടെ ഗൗരവം ഉത്തരം കൊടുക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ അതിന് പ്രാപ്തരല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത്ര നല്ല ചോദ്യങ്ങളാണ്. പക്ഷേ യേശുവിൻ്റെ അനുഗാമികളിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അന്ന് പ്രാപ്തി ആർക്കില്ല. അത്ര അടിസ്ഥാനപരമായി വിഷയങ്ങളെപ്പറ്റി അവർക്ക് അറിവില്ല. ചോദിക്കാൻ കഴിവുള്ള ആളുണ്ടായിരുന്നു പുറത്ത്. പൗലോസ്, നിക്കോദിമോസ്, അങ്ങനെയുള്ള വലിയൊരു ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹം പുറത്തുണ്ട്. അവരോടാണ് യേശു സംസാരിച്ചതെങ്കിൽ ബൈബിളിൻ്റെ രൂപം ഇതായിരിക്കില്ല, നമുക്ക് മനസ്സിലാവത്തില്ല. അതൊരു ബൗദ്ധിക മേഖലയിൽ തന്നെ ഒതുങ്ങും. നമുക്ക് പിടികിട്ടാത്ത വലിയ തത്വചിന്തകളായി അതവിടെ നിൽക്കും. പക്ഷേ യേശുവിനോട് ചോദ്യം ചോദിച്ച മനുഷ്യർ നമ്മെപ്പോലെ ശരാശരിക്കാരാണ്, അതിൽ താഴെയാണ്. നമ്മൾ ചോദിക്കാൻ പലപ്പോഴും ആശങ്കപ്പെടുന്നൊരു ചോദ്യം പത്രോസ് ചോദിക്കുകയാണ്. നമുക്കെല്ലാം ഈ ചോദ്യം ഉള്ളിലുണ്ട്, പക്ഷേ ഗുരുവിനോട് ചോദിക്കാൻ ഒരു ഭയം. പക്ഷേ ആ നിഷ്കളങ്കനായ മനുഷ്യൻ തൻ്റെ ഒരു ആശങ്ക പങ്കുവച്ചു. ഗുരു, ഞാൻ സകലതും വിട്ടാണ് നിൻ്റെ കൂടെ വന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? വലിയൊരു ചോദ്യമാണ്. നമുക്ക് വേണമെങ്കിൽ പത്രോസിനെ ഒരു ഭൗതികവാദിയായിട്ടോ അങ്ങനെയുള്ള താല്പര്യമുള്ളൊരു മനുഷ്യനായിട്ടോ ചുരുക്കി കാണാം. പക്ഷെ എല്ലാം വിട്ടു വന്ന് ശൂന്യതയിൽ നിൽക്കുന്ന ഒരുത്തൻ്റെ ധർമ്മസങ്കടത്തിൽപ്പെട്ട ചോദ്യം അത്. ആ അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്. നമ്മളിത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പത്രോസ് ഇതെല്ലാം ഉപേക്ഷിച്ചത് യേശുവിൻ്റെ വാക്ക് കേട്ടാണ്. നമുക്ക് ജീവിതത്തിൻ്റെ നഷ്ടങ്ങൾ കൊണ്ടിത് സംഭവിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ ചോദ്യം, തൻ്റെ കർത്താവ് പണ്ട് പറഞ്ഞു, ഇതൊക്കെ വിട്ട് നീ എന്നെ അനുഗമിക്കണം. അനുഗമിച്ചു, പഠിച്ചു, ഒപ്പം നടന്നു, പരമാവധി ക്രിസ്തുവിനോട് കൂടെ നടന്നു. ഇടയ്ക്ക് ഒരു അബദ്ധമൊക്കെ കാണിക്കും, ചില അബദ്ധ വാക്കുകൾ പറയും. ആ തെറ്റ് യേശു തിരുത്തി കൊടുക്കും. ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ കഠിനമായി ശാസിക്കും. ഒരു ഘട്ടത്തിൽ സാത്താനെ എന്നവരെ വിളിച്ചു. നമ്മളാണെങ്കിൽ അന്ന് ശാരവും വിട്ട് ചർച്ചക്കോടി പോവും. ചർച്ചക്കോടിലാണ് IPC പോവും. ഇതൊന്നും ഒത്തില്ലേ? കാരണം ന്യായമുണ്ട്. അങ്ങനെയൊക്കെ വിളിക്കാവോ? അത്രയും കട്ടിക്കല്ലേ? അത് റീസണബിളാണ്. അടുത്ത ചർച്ചയിൽ ചേർക്കുകയും ചെയ്യും. ചെന്നാൽ എന്ത് പറയും? നമുക്കൊരു ധാരണയൊക്കെ ഉണ്ടെങ്കിലും എന്താ പോരാൻ കാരണം? എന്നെ സാത്താനെന്ന് വിളിച്ചു. എന്നാൽ നീ ഇവിടെ കുടിക്കൂ. കാരണം അത് വലിയൊരു പ്രശ്നം തന്നെയാണ്, അല്ലേ? ഒരുപക്ഷെ നമ്മൾ പിളർന്നാലും ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്ന് ഓർത്തായിരിക്കും ദൈവം നമ്മളെ ഇത്രയും പ്രസ്ഥാനമാക്കിയേ. അത് ഒരു നന്മയുണ്ട്, പോട്ടെ. പത്രോസിൻ്റെ കാര്യം ന്യായമാണ്. ഇത്ര കേട്ടിട്ടും അയാൾ യേശുവിനെ വിട്ടു പോകുന്നില്ല. കാരണം അവനറിയാം ആ ശാസനയ്ക്കകത്തും ഒരു സാന്ത്വനം, അത് യേശുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. തല്ലിയാലും അതിലുണ്ട് ഒരാശ്വാസം. ഈ ആശ്വാസമാണ് ക്രിസ്തുവിനെ ഉലകമഹാന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കേവലം ചില ചിന്തകൾ പറഞ്ഞ് മനുഷ്യ മനസ്സിനെ ഉണർത്തുന്ന വികാരപരമായ ചില പ്രസംഗങ്ങൾ പറഞ്ഞ്, അതുമല്ലെങ്കിൽ ദാർശനികമായി ആർക്കും മനസ്സിലാകാത്ത കുറേ ആശയങ്ങൾ പറഞ്ഞ് അണികളെ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ച അക്കാദമീഷ്യന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഒരു സംവിധാനമായിരുന്നില്ല യേശുവിൻ്റെ പഠനങ്ങളും പഠിപ്പിക്കലും ക്ലാസ്സും. മറിച്ച് തൻ്റെ കൂടെ ഒരുവൻ വന്നാൽ 24 മണിക്കൂറും അവൻ ശിഷ്യനാണ്. എങ്ങനെ ഉറങ്ങണം അത് ഈ ഗുരുവിൽ നിന്ന് പഠിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം അത് ഈ ഗുരുവിൽ നിന്ന് പഠിക്കാം. എങ്ങനെ പ്രസംഗിക്കണം അത് ഈ ഗുരുവിൽ നിന്ന് പഠിക്കാം. എങ്ങനെ നന്മ ചെയ്യണം അത് ഈ ഗുരുവിൽ നിന്ന് പഠിക്കാം. 24 hours അവർ യേശുവിൻ്റെ കൂടെയാണ്. ഈ കൂടെ എങ്ങനെ കുടുംബസന്ധാരണം അത് ഈ ഗുരു പഠിപ്പിക്കും. എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്തായിരിക്കണം, ഇതൊക്കെ പഠിപ്പിച്ച ഈ മഹാഗുരുവിനോട് ഒരു ദിവസം വിഡ്ഢിത്തം എന്ന് തോന്നുന്ന ഒരു ചോദ്യം. ചിലപ്പോഴൊക്കെ നമുക്ക് പൊതുസമൂഹത്തോടൊരു ചോദ്യം ചോദിക്കാനുണ്ടാകും. ഒരു വേദിയിൽ നിൽക്കുന്ന ഒരാളോട് അവസരം തരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ടാകും. ആ ചോദ്യം കൊള്ളാമോ? ആ ചോദ്യം അർത്ഥസഹിതമാണോ? അത് വിഡ്ഢിത്തമായി ജനങ്ങൾ ചിന്തിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ആ നിഷ്കളങ്ക മനുഷ്യൻ അതൊന്നും ചിന്തിക്കാതെ തുറന്നടിക്കുന്ന ഒരു ചോദ്യം. നമ്മളെക്കാൾ ജാഗ്രത അവർക്ക് വേണമായിരുന്നു. കാരണം അവർ പറയുന്നതൊക്കെ ഈ പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചു അല്ലേ, ഇതിനകത്ത് രേഖയാകുന്നതാണ്. അതാണ് കാര്യം. ഇതൊന്നും അറിയാതെ ഈ സാധു മനുഷ്യൻ ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം ചോദിച്ച മറ്റൊരാളുണ്ട്. അത് നഥനയിലാണ്. അദ്ദേഹം ചോദിച്ചെന്താ, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ലോകത്തിൻ്റെ ചോദ്യം അതാണ്. നന്മ വരുമോ? എന്ത് കിട്ടും? എനിക്കെന്ത് ഗുണം? ഈ ചോദ്യങ്ങളോടെ യേശുവിൻ്റെ അരികിൽ വരുന്ന മനുഷ്യരെ നമുക്കിന്ന് കാണാം. ആ മനുഷ്യരുടെ ആഗ്രഹമറിഞ്ഞ് പ്രസംഗകർ അവർക്ക് വേണ്ടി വിഷയം സജ്ജീകരിക്കുന്നു. അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. പലപ്പോഴും ഞങ്ങളൊരു പരിസരത്ത് ചെന്നാൽ ആ പശ്ചാത്തലം നമുക്ക് ചോദിക്കും, എന്താണ് അവിടുത്തെ ആളുകളുടെ ഒരു സ്വഭാവം, അവർ കേൾക്കാനിരിക്കുന്ന സന്ദേശം എന്താ, എന്തിനാണ്? അല്ലെങ്കിൽ ആ പാസ്റ്റർ മുൻകൂട്ടി പറയും, ഇവിടുത്തെ ലോക്കൽ ഇങ്ങനെയാണ്, ഇവിടുത്തെ പരിസ്ഥിതി ഇങ്ങനെയാണ്. ഇതൊക്കെ അറിയും. അറിഞ്ഞിട്ട് അതിന് വേണ്ട ഒരു സന്ദേശം പറയുക സ്വാഭാവികമാണ്, അതിൽ തെറ്റുമില്ല. പക്ഷെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം എന്താ? ഈ വന്നിരിക്കുന്ന ജനത്തിൻ്റെ ചില ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട്, അവരുടെ താല്പര്യങ്ങൾ അറിഞ്ഞിട്ട് അത് സാധിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെക്കുറിച്ചാണ് നാം ഈ കാലത്ത് കേൾക്കുന്ന പ്രസംഗം. ഉദാഹരണം, നിങ്ങൾ കടബാധ്യതയിലകപ്പെട്ടോ? അതൊക്കെ തീർത്തു തരാൻ ഈ സുവിശേഷം പര്യാപ്തമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ രോഗിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ആകുലതകളിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ അങ്ങനെ അകപ്പെട്ടിരിക്കുകയാണോ? അതൊക്കെ തീർത്തു തരാം. ഇതാണ് പറയുന്നത്. അത് തെറ്റൊന്നുമില്ല. ഞങ്ങൾ ഇതിനെതിരെ അല്ല പറയുന്നത്. അത് എത്ര പെർസെൻ്റാണിത് പറയേണ്ടതെന്നുള്ളതാണ്. ഒരു പ്രസംഗത്തിൽ ഭൂരിഭാഗ സമയവും ഇതൊക്കെ സാധിച്ചു തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് നിലനിൽക്കുന്ന നിത്യതയെക്കുറിച്ച്, ആ ആത്യന്തിക രക്ഷയെക്കുറിച്ച്, നിത്യരക്ഷ എന്ന വിഷയത്തിൽ ഒന്ന് സ്പർശിക്കാതെ പോകുന്ന ഇടത്ത് ഒരു നേരിയ വിഷമം വചനം പഠിച്ചവർക്കുണ്ടാകും, ദൈവദാസന്മാർക്കുണ്ടാകും. കാത്തിരിക്കുന്നത് അതാണ്. കാരണം ഞാനും നിങ്ങളും ഈ ലോകത്തെന്ത് പ്രാപിച്ചോ, ഞാനും നിങ്ങളും ഈ ലോകത്തെന്ത് നേടിയോ, അതൊക്കെ ഒരു ദിവസം നശിക്കാനുള്ളതാണ്. നിലനിൽക്കുന്ന ഒരാശയം ലോകത്തോട് പറയുന്ന ഒരേ ഒരു സമൂഹം നമ്മളാണ്. ആത്യന്തിക രക്ഷയെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരേ ഒരു സമൂഹം നമ്മളാണ്. ആ ഉത്തരവാദിത്വ ബോധം യേശു ഇവിടെ പ്രകടമാക്കുന്ന ഒരു രംഗം കാണാം. ഞാനിതിന് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ ഇലക്ഷൻ വരികയാണ്. ഇപ്പോൾ ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടി നേരത്തെ വരേണ്ടതാണ്. പക്ഷേ നമ്മുടെ അടൂർ ആ ബൈപ്പാസിലൊരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ പഴയ റോഡേ തന്നെ തിരിച്ച് നമുക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ പ്രസംഗം കേൾക്കുക, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും. ഒരു ആൾ പ്രസംഗിക്കുകയാണ്, നമ്മളത് കുറേ നേരം കേട്ടു. അത് കേട്ടാൽ നമുക്ക് തോന്നും ആ പാർട്ടിയാണ് ശരി. പിന്നാലെ അടുത്ത ആൾ വന്നാൽ നമുക്ക് തോന്നും അതും ശരിയാണ്. കാരണം ഇവരെല്ലാം ഒരു ശരിയാണ് പറയുന്നത്. അവർ പറഞ്ഞെന്താണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്യും ഇത് പറയുന്നത്. പഞ്ചായത്തിൽ നമ്മൾ വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ചെയ്താൽ അവരെന്തൊക്കെ നമുക്ക് ചെയ്തു തരും. നമുക്ക് റോഡ് വെട്ടിത്തരും, ഉള്ള റോഡ് ടാർ ചെയ്ത് തരും, നമുക്ക് വെളിച്ചം തരും, വെള്ളമില്ലാത്തിടത്ത് ശുദ്ധജലം എത്തിക്കും, ഹോസ്പിറ്റലുകളുണ്ടാക്കും. ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ വയ്യ. നമ്മളിതൊക്കെ അനുഭവിച്ചിട്ട് പറയും ഇതൊന്നും കൊള്ളൂല എന്ന് പറയല്ലേ. നമ്മൾ അവർ വെട്ടിയ റോഡിൽ കൂടെ വന്നേ,
ആ വെളിച്ചമാണ് ഈ വഴിയിലെല്ലാം ഉള്ളത്. ആ വെള്ളം നമ്മൾ കുടിക്കുന്നത്. കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇവരൊക്കെ ആവശ്യമാണ്. അത് ബൈബിളിൽ കൊണ്ടവരൊക്കെ ആവശ്യമാണ്. അവരെ തള്ളാനാവില്ലല്ലേ. ദൈവം ആക്കിയത് അവരെയൊന്നും ബൈബിളിലുണ്ട്. ഗവൺമെൻറ്റുകളെ ദൈവം ആക്കി, അങ്ങനെയാണ് കാണണ്ടേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അണികളുണ്ട്, ആളുകളുണ്ട്, അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട്. നമ്മളും മനസാക്ഷിക്കനുസൃതമായിട്ട് വോട്ട് ചെയ്യാറുണ്ട്. ഒരു കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒരു മനസാക്ഷി എന്താണ് യുക്തമെന്ന് തോന്നുന്ന വഴിയിൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരു നേതാവ് വന്ന് പ്രസംഗിക്കുകയാണ്. വെള്ളം ഇപ്പോൾ ഈ കിട്ടുന്ന വെള്ളമൊക്കെ ഉള്ളൂ, പുതുതായിട്ട് ഒരു പദ്ധതി നമുക്കില്ല. പിന്നെ ഉള്ള വെള്ളം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണം. റോഡ് പുതുതായിട്ട് വെട്ടത്തില്ല. പാലം ഒന്നും ഇനിയും പണിയൊന്നും ഓർക്കണ്ട. വാക്സിനുകളോ ഹോസ്പിറ്റലോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാർട്ടിയുടെ കൂടെ നിൽക്കുമോ? ഇല്ല. എന്താ കാര്യം? നമുക്കെന്തെങ്കിലും കിട്ടണം, ഗുണങ്ങളുണ്ടാവണം. നമുക്ക് വേണ്ടെങ്കിൽ വേണമെന്നവർക്ക് കിട്ടണം അല്ലേ. ഞാൻ ഇടയ്ക്ക് ഒരു യോഗത്തിൽ പറഞ്ഞു, അതൊരു രസകരവും ചിന്തനീയമായൊരു കാര്യമാണ്. ഒരമ്മച്ചി, സാധുവായൊരമ്മച്ചി ചില നാൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒരു പണി തന്നു. എന്താണെന്ന് ചോദിച്ചു. അതെൻ്റെ കാർഡ് BPL ആയിരുന്നു, അത് APL ആക്കി. ഞാൻ പറഞ്ഞ നല്ല കാര്യമല്ലേ. ദാരിദ്ര്യം മാറാൻ അമ്മച്ചി എത്ര പ്രാർത്ഥിച്ചതാണ്, പാസുമാരെത്ര കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച ഈ കഷ്ടപ്പാടൊന്ന് മാറാൻ. അപ്പോൾ ദൈവം അത് ഉറപ്പിച്ചു തന്നാണ് ഈ കാർഡ്. അമ്മച്ചി പാവമായിരുന്നു. അമ്മച്ചി ഹല്ലേലൂയാന്ന്, എനിക്കിനി കാർഡ് ഒന്നും മാറണ്ടെന്ന് അല്ലേ. എന്തിനാ ഇത് പറഞ്ഞേ? ഞാൻ എല്ലാ ദൈവമക്കളോടും പറയും, നിങ്ങളിത് വാങ്ങരുത്. വേറൊന്നുമല്ല, നമ്മളെക്കാൾ പാവപ്പെട്ടവർക്കുള്ളതാണ് അതല്ലേ. കിട്ടുന്നതെല്ലാം ഇനി പോരട്ടെന്ന് പറയാൻ നോക്കുമോ? പാടില്ല. അത് ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ അത് വാങ്ങേണ്ട ഗതികേടുള്ളൊരു പെന്തിക്കുസ്തുകാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളവരുണ്ടെങ്കിൽ നമുക്കൊക്കെ സഹായിക്കണം അല്ലേ, അത് സത്യം. പക്ഷേ എത്ര കിട്ടിയാലും ഗവൺമെൻറ് ആകട്ടെ രാഷ്ട്രമാകട്ടെ അതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ പോരട്ടെ. ഈ മനസ്സൊന്ന് മാറണ്ടേ? അയ്യോ സന്തോഷം എല്ലാവർക്കും. ഇതെല്ലാം ഇനി പോരട്ടെ. പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഇനി കിട്ടട്ടെ പോരട്ടെ അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് മാറണം. അതിലേക്കാണ് വരുന്നത്. വിരോധമുണ്ടോ? ഇല്ല. ഞാൻ ശാന്തമായിട്ട് പറഞ്ഞതന്നെ കുഴപ്പം വിരോധം ഉണ്ടെന്ന് തോന്നുന്നല്ലേ സഹോദരിമാർക്ക് അങ്ങോട്ട്. അത് പാസ്റ്റർ സുഭാഷൊക്കെ നാളെ വരുമ്പോൾ അതൊക്കെ നല്ല 20-20 ബാറ്റിങ്ങാണ്. ഇതൊരു ടെസ്റ്റ് ബാറ്റിങ്ങിൻ്റെ. സാറിനത് മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലേ. പോട്ടെ. അതിനൊരു വഴിയുള്ളൂ. ഞങ്ങളുടെ അടുത്തൊരു അച്ഛന് കുഞ്ഞുങ്ങൾ ഈ ക്രിക്കറ്റ് കാണുന്നത് ഭയങ്കര എതിരായിരുന്നു. അതിന് ഇവിടെ കാണിക്കത്തില്ല. അതുകൊണ്ട് ഇവൻ അടുത്ത വീട്ടിൽ പോയി കാണും. ഇവനെ പിന്തിരിപ്പിക്കാൻ പോയി ഈ കളി ഇയാളങ്ങ് പഠിച്ചു. ഈ അപ്പച്ചനത് പഠിച്ചിട്ട് പുള്ളി പോയിരുന്ന് കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. ആരുത്തപ്പെട്ടെ. അപ്പോഴേ ഇവിടെ പറഞ്ഞെന്താ, ഒരു നേതാവ് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് തരില്ല. തരുന്ന കാര്യം കൂടെ പറഞ്ഞു. കണ്ണീര്, ദുഃഖം, ഒറ്റപ്പെടൽ, പ്രതിസന്ധി, കഷ്ടത, ഇങ്ങനെ പറഞ്ഞ അണികളെ കൂട്ടിയ ഒറ്റ നേതാവേ ഉള്ളൂ. ആ നേതാവ് നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ലോകത്തിൽ കഷ്ടമുണ്ട്. എന്നെ അനുഗമിക്കുന്നവൻ തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. അങ്ങനെ അനുധാവനം ചെയ്യുന്നവനെ നോക്കി പറഞ്ഞു, കഷ്ടമുണ്ട്, വേദനയും രോഗവും ആശങ്കയും ഒക്കെ ഉണ്ട്. എന്നിട്ട് അടുത്ത വാക്കാ പവർഫുള്ള്, എങ്കിലും ധൈര്യപ്പെടണം. കഷ്ടതയിലൊന്ന് ധൈര്യപ്പെടണം, വേദനയിലൊന്ന് ധൈര്യപ്പെടണം. വചനം പറയാം, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. ബാക്കി എല്ലാത്തിനും പ്രതിഫലമേ ഉള്ളൂ. ചായ കൊടുത്താൽ, ആഹാരം കൊടുത്താൽ, സ്വതന്ത്രകാഴ്ച കിട്ടാൽ പ്രതിഫലം. മഹാപ്രതിഫലം ഒന്നിന് വച്ചിട്ടുണ്ട്, ധൈര്യം. ആമുഖമായിട്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ, സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്, ധൈര്യം. ഡോക്ടർ എഴുതിയ കുറിപ്പടി കണ്ടിട്ട് ഭാരപ്പെടുകയല്ല വേണ്ടത്, മഹാപ്രതിഫലമുള്ള ധൈര്യം. ജപ്തി നോട്ടീസ് കണ്ടിട്ട് ഭാരപ്പെടുകയല്ല വേണ്ടത്, മഹാപ്രതിഫലമുള്ള ധൈര്യം. ചിലത് നഷ്ടപ്പെടുന്ന ഇടത്ത് മറ്റു ചിലതിനെ തന്നുകൊണ്ട് നമുക്ക് വേണ്ടതറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ആകുലതകളെ മുഴുവൻ അവൻ്റെ മേലിട്ടിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരുന്ന് ദൈവവചനം കേൾക്കണം. സന്തോഷമല്ലേ? ഹൃദയം തുറന്ന് കർത്താവിങ്കിൽ ഏൽപ്പിച്ച്
പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഈ സന്ദർഭത്തിലേക്കും ഈ വിഷയത്തിലേക്കും ഒന്ന് അടുത്തു വരാം. ആദ്യം നമ്മുടെ പക്കലുള്ള ബൈബിളിലെ 4 സുവിശേഷങ്ങൾ, 4 സുവിശേഷ രചനകൾ. വാസ്തവത്തിൽ അത് സമ്പൂർണ്ണ അളവിൽ യേശുവിൻ്റെ ജീവചരിത്രമല്ല. കാരണം യേശുവിൻ്റെ ജീവചരിത്രം എഴുതാൻ സാധിക്കില്ലെന്നാണ് യോഹന്നാൻ പറയുന്നത്. പൂർണ്ണമായിട്ട് യേശു ചെയ്ത മറ്റു പലതുകൊണ്ട് അത് ഗ്രന്ഥമാക്കാനൊന്നും കഴിയില്ല. നമുക്ക് അനിവാര്യമുള്ള ചിലതാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4 സുവിശേഷം. പലപ്പോഴും വിശ്വാസ സമർത്ഥന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്, എന്തിനാണ് 4 സുവിശേഷം? ഈ 4 സുവിശേഷങ്ങളുടെ വായന ആളുകളിൽ ഉളവാക്കുന്ന ചില പ്രശ്നങ്ങളില്ലേ? ഉദാഹരണം, ഒരാൾ പറയുന്നു അവൻ യെരിഹോവിലേക്ക് വന്നാറേ ഒരു കുരുടനെ സുഖപ്പെടുത്തി. മറ്റൊരാൾ പറയുന്നു അവൻ യെരിഹോവിൽ നിന്ന് പോയാറെ ഒരു കുരുടനെ സുഖപ്പെടുത്തി. ഈ വാക്യമെടുത്ത ആൾ ചോദിക്കും, ഇത് രണ്ടും ദൈവവചനമാണെങ്കിൽ ചെറിയൊരു വാക്കിൻ്റെ വ്യത്യാസമുള്ളെങ്കിലും ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറ്റി? വന്നാറെയാണോ പോയപ്പോഴാണോ? സംഗതി ചെറുതാ, പക്ഷെ വചനമല്ലേ. 4 പേര് എഴുതിയപ്പോൾ എഴുത്തിൽ ഇങ്ങനെ വന്നത് പിശകാണോ? ഞങ്ങൾ പറയും അത് പിശകൊന്നുമല്ല. അങ്ങനെയെങ്കിൽ ഒരു സുവിശേഷം പോരെ, ഒരു കാര്യം പോരെ. അത് ഒരേ കാര്യം ആവർത്തിച്ചാൽ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചുകൂടെ? ഞാൻ ശ്രീ പി ഗോവിന്ദപ്പിള്ളിയുടെ അത്തരം ഒരു ലേഖനം കണ്ടിട്ടുമുണ്ട്. ബൈബിൾ എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നു. കാരണം അത് ഒത്തിരി ലേഖനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിൽ പലതും ആവശ്യമില്ല. യേശുവിൻ്റെ കാര്യം തന്നെ 4 പേര് എഴുതിയിട്ടുണ്ട്. വായന സുഗമമാക്കാൻ അതിലൊരാൾ മതിയായിരുന്നു. അത് ഇന്ന കാര്യങ്ങൾ വേണ്ടിയിരുന്നില്ല. ഈ ഡബിലറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ഡബിലറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ കാര്യം അതുപോലെ വീണ്ടും പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? 4 പേരാണ് സുവിശേഷ രചയിതാക്കൾ. 4 പേർക്ക് 4 വിധ ലക്ഷ്യങ്ങളുണ്ട് ഇതെഴുതുമ്പോൾ. ഇതെഴുതുന്ന ആളുകൾ പ്രൊഫഷണലി അതിനുവേണ്ടി തയ്യാറായ അത്തരം പ്രാപ്തരായ ആളുകളല്ല, സാഹിത്യമേന്മയുള്ള ആളുകളല്ല, സാഹിത്യകാരന്മാരല്ല. അവരുടെ പശ്ചാത്തലം പരതുക. 1-ാം സുവിശേഷം എഴുതിയ മത്തായി ഒരു ചുങ്കം പിരിവുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ലോകം കണക്കുകളുടേതാണ്. അദ്ദേഹത്തിൻ്റെ ലോകം തുക എത്ര കിട്ടാനുണ്ട്, ബാക്കി എത്ര ലഭിക്കാനുണ്ട്, ഇനി ആരൊക്കെ തരാനുണ്ട്, ഇത്തരം അന്വേഷണങ്ങളതാണ്. അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ലോകത്തുകൂടി ഭരണകൂടത്തിന് സമ്പത്തുണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു ഓഹരി ശമ്പളമായി കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഈ മനുഷ്യനെ ആളുകൾ വെറുക്കാൻ കാരണം എല്ലാ വസ്തുക്കൾക്കും നികുതി കൊടുത്ത് ആളുകൾ ബുദ്ധിമുട്ടിയിരുന്നൊരു കാലം. 3 തരണ ഭരണക്രമത്തിന് നികുതി കൊടുക്കണമായിരുന്നു. ഒന്നാമതായി രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന നാട്ടുരാജാക്കന്മാരുണ്ടല്ലോ, ഹെരോദാവിനെ പോലെ, അവർക്ക് നികുതി കൊടുക്കണം. മറ്റൊന്ന് ഭരണകൂടമാക്കി വെച്ചിരിക്കുന്ന ഗവർണർമാരുണ്ട്, അവർക്ക് നികുതി കൊടുക്കണം. ഇനി മൂന്നാമതൊന്ന് റോമൻ ഭരണകൂടത്തിന് നേരിട്ട് നികുതി അടയ്ക്കണം. ഇതുകൂടാതെ പള്ളിക്കും കൊടുക്കണം. അങ്ങനെ ആളുകളുടെ ജീവിതാവസ്ഥ അങ്ങേയറ്റം ദുരിതമായ കാലത്ത് ആളുകളേറെ വെറുത്ത ഒരു പ്രൊഫഷനാണ് ചുങ്കക്കാരൻ. അതുകൊണ്ട് തന്നെ ചുങ്കക്കാരനെ കുറിച്ച് പറയുന്നിടത്ത് ചേർത്ത് പറയും ചുങ്കക്കാരും പാപികളും എന്നൊരു പ്രയോഗമുണ്ട്. ചുങ്കക്കാരനെ മോശമായി കണ്ട ആ കാലത്ത് ഈ ചുങ്കം പിരിക്കുന്നവനും തൻ്റെ തൊഴിലിനെക്കുറിച്ച് അഭിമാനമില്ല. എന്താണ് കാരണമെന്നറിയണ്ടേ? ആളുകൾ വെറുക്കുന്നു. ചിലതരം തൊഴിലുകൾ എങ്ങനെയാണെന്നേ, ആ തൊഴിൽ ഇടപെടുന്ന ആളുകൾ വെറുക്കുന്നു. നമ്മുടെ സേവനത്തിന് വേണ്ടി, നമ്മെ രക്ഷിക്കാൻ വേണ്ടി തുനിയുന്ന ആളുകളെ ചിലപ്പോൾ മനുഷ്യൻ വെറുക്കുന്നു. പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്ന പോലീസ് ഓഫീസേഴ്സുണ്ട്. ചിലതരം പ്രവണതകളാൽ ആളുകൾ അവരെ വെറുക്കുന്നു. ഒരു പ്രശ്നം അവർക്ക് വന്നാൽ പൊതുജനങ്ങളൊപ്പം നിൽക്കാതെ വരുന്നു. എന്താണ് കാരണം? ആ പ്രൊഫഷൻ്റെ പ്രശ്നമല്ല, ആ പ്രൊഫഷനോട് സ്വീകരിച്ച ചിലതരുടെ സമീപനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി കളയുന്നു. ഇങ്ങനെ വരുന്ന ഘട്ടമില്ലേ? നമ്മുടെ നികുതി പിരിക്കാൻ ആൾ വരികയാണ്, അവരെ സമീപനം നിമിത്തം ചിലപ്പോൾ നമ്മൾ അവരുടെ രീതികളെ വെറുക്കുന്നു, ആളുകൾ വെറുക്കുന്നു. കൂടെ ഒരു കാര്യം, ഇവരുടെ കയ്യിലിരിപ്പും മോശമായിരുന്നു ഈ ചുങ്കം പിരിവുകാരുടെ. കാരണം കണക്കിലേറെ പണം അവർ ശേഖരിക്കുകയും അതിലൊരളവ് മാത്രം ഭരണകൂടത്തിന് അർപ്പിക്കുകയും ബാക്കി കൊണ്ട് ധാരാളം സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു തരം മാനസികാവസ്ഥ അവരെ ഭരിച്ചിരുന്നു. വളഞ്ഞ വഴിക്ക് പണമുണ്ടാക്കാനുള്ള ആ വ്യഗ്രത അവരെ വല്ലാതെ ഭരിച്ചു. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? ആ മനുഷ്യൻ്റെ വീട്ടിലൊരു വിവാഹം നടക്കാൻ പ്രയാസം. കാരണം വിവരമുള്ള മാതാപിതാക്കൾ പറയും, അവൻ അമ്പരചുംബികളായ മനോഹരമായ കൊട്ടാരമുണ്ട്, വിലപിടിപ്പുള്ള കാറുണ്ട്, ജീവിത സൗകര്യമുണ്ട്. പക്ഷേ എൻ്റെ മകൾ അവിടെ ചെന്ന് വാരിക്കഴിക്കേണ്ട അന്നം അത് അനേകരുടെ കണ്ണീരാ, അത് വേണ്ട. അടുത്തറിയുന്ന ആളുകളൊക്കെ പറയും ആ വീട്ടിലേക്ക് ബന്ധം ചേരണ്ട.
ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വിഖ്യാതങ്ങളായ ചില മരണങ്ങളുണ്ട്, കസ്റ്റഡി മരണങ്ങളുണ്ട്. ആ മരണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ട് ലണ്ടനിലെയും പാരീസിലെയും ഹൈക്കോടതികളിൽ നയിക്കപ്പെട്ട പ്രതിനിധികൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ലോകത്തിലെ തന്നെ പ്രമാദമായ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി പഠിച്ചിരുന്നു. ആ ഹർജി പഠിക്കാനുള്ള കാരണം എന്താ? ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ, ഒരാളെ കാണാതെ വന്നാൽ ആളിനെ കൊണ്ട് പോലീസ് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കണം, കാണിച്ചു തരണം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഹർജിയുടെ പേരാണ് ഹേബിയസ് കോർപ്പസ്. ലോകം കണ്ട് തന്നെ അമ്പരന്ന് പോയ പാരീസിലെ, ലണ്ടനിലെ പ്രധാനപ്പെട്ട കോടതികളൊക്കെ വന്ന്, അവിടുത്തെ വക്കീലന്മാരൊക്കെ വന്ന് ഇവിടെ വന്ന് പഠിച്ച ഒരു കേസ് കേരളത്തിലുണ്ട്. അതാരുടേതാണെന്നറിയണ്ടേ? പണ്ടുകൊണ്ട് മരിച്ചുപോയ രാജൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടേതാണ്. അയാളുടെ ശവം കണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ജയിലിൽ കിടന്ന ആദരണീയനായ ഒരു എബ്രഹാം ബെൻഹറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അടുത്ത കാലത്ത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദുരൂഹമായ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരമൊന്നും അറിയില്ല. പക്ഷേ പിൽക്കാലഘട്ടം തെളിയിച്ചു, അതിലിടപെട്ട ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവർക്ക് അനുഭവിച്ച ജീവിത വ്യഥകൾ, കഷ്ടതകൾ, ഒടുക്കം അനുഭവിച്ച തീവ്രമായ വേദനകൾ. ഈ വേദനകളെക്കുറിച്ചൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നത്? ചില വ്യവഹാരങ്ങളുടെ തിരിച്ചടി മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. ചില ഇടങ്ങളിൽ സംഭവിച്ചു പോകുന്ന ഗുരുതര ശാപങ്ങൾ അതിലും ഭീകരമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഓർക്കുക, ഈ ചുങ്കക്കാരൻ നമുക്കൊരു പാഠം തരുന്നു. അരുതായ്മകളെക്കുറിച്ചുള്ള ഒരു പാഠം തരുന്നു. ഒരു സേവന മേഖലയിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ ചുങ്കമില്ലെങ്കിൽ, നികുതിയില്ലെങ്കിൽ ഒരു രാജ്യം നിലനിൽക്കില്ല. അതിനാണ് യേശു പറഞ്ഞ നികുതി കൊടുക്കണം എന്ന് പഠിപ്പിച്ചതിനാണ്. രാജ്യം നിലനിൽക്കാൻ, ഭരണകൂടം നിലനിൽക്കാൻ നമ്മൾ നികുതി കൊടുക്കേണ്ടത് ആവശ്യമാണ്. നികുതികൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഒക്കെ ഉണ്ട്. അത് കൊടുക്കുന്നത് നീതിപൂർവമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നികുതി പിരിക്കുന്നവൻ്റെ അനീതി നിറഞ്ഞ ആ മാനസികാവസ്ഥയിൽ അവർ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. ഈ നമ്മുടെ രാജ്യത്തിലും വലിയ നികുതി പിരിച്ചിരുന്നു പണ്ട്. 108 തരം കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പണ്ട് നമ്മളോട് പിരിച്ചിരുന്നത്. രസകരമായൊരു പ്രയോഗം അതിലുണ്ട്, മീശക്കരം. മീശ വെക്കുന്നതിന് കരം കൊടുക്കണമായിരുന്നു. എനിക്കൊന്ന് പാസ്റ്റർമാരായ നമ്മളൊക്കെ സ്വോത്രകാഴ്ച കുറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയത്. അല്ലെ പിന്നെ അച്ഛൻ പറഞ്ഞു തന്നാൽ മതി ഇതെങ്ങനെ ഈ മീശ പോയെന്ന് ഈയിടയ്ക്ക് കുട്ടികൾ ചോദിച്ചാൽ യൂത്തിൻ്റെ ക്യാമ്പിന് ചെന്ന്. അപ്പോൾ ഇതെന്തായിരുന്നു? ഞാൻ അതിനന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളോടും പറഞ്ഞേക്കാം. ഞാനെന്താ മീശ വെക്കാമെന്ന് ചോദിച്ചാൽ, ഈ അച്ഛൻ മീശ വെച്ചിട്ടില്ല, ഈ അച്ഛൻ പാസ്റ്റർ മീശ വെച്ചിട്ടില്ല. അതൊക്കെ നോക്കിയപ്പോൾ എനിക്കും തോന്നി ഇങ്ങനെ ചെയ്യണമെന്ന്. അതാണ് താടി വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കുറച്ചാൾ വെക്കുമായിരുന്നു. അതിൽ ഇവിടെ മാത്രമായിട്ടൊരു നര വന്നപ്പോൾ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി, ഈ ജീവനോട് എന്തിനാണ് മൂക്കി പഞ്ഞി വെക്കുന്നതെന്ന്. ഇവിടെ മാത്രമുള്ളൂ, അതുകൊണ്ടാണ് ജീവനോടെ നടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അന്ന് മീശക്കരം ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ കൊടുക്കണം. മീശ വെക്കാൻ കരം, മനുഷ്യാവസ്ഥ ഓർത്ത് തമാശ തോന്നും. 108 വിധ കരം: ഏഴ, കോഴ, അംഗം, ചുങ്കം, നടക്കരം, കുടിക്കരം. ഒത്തിരി കരങ്ങളുണ്ട്. ചില കരത്തിൻ്റെ ഒന്നും പേര് മനുഷ്യനിമിഷം പറയാൻ പറ്റില്ല, സെൻസർ ചെയ്ത് പറയണം. ഞാൻ ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ടൊരു പ്രസംഗത്തിൽ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. പോട്ടെ, എന്തിനാ പറഞ്ഞത്? അപ്പോൾ ഇതൊരു വിചിത്രമായ കാര്യമല്ല. ജനിച്ച് വീണാൽ കരം കൊടുക്കണമായിരുന്നു ഇസ്രായേലിൽ. അതിനാണ് യേശു പറഞ്ഞത്, കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു കരം കൊടുക്കണമെന്ന് ചോദിച്ചാൽ കൊടുക്കണം. എന്നിട്ട് പത്രോസിനും തനിക്കും വേണ്ടി ദറംസം നമ്മൾ പറയില്ല, യുയിലൊക്കെ നാണയം, അത് 4 പേ ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ പേ ചെയ്യുന്ന കഥ നമ്മൾ കാണുന്നുണ്ട്, ചരിത്രം ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ കരം കൊടുക്കണം. ഈ കരം കൊടുക്കുന്നതിലല്ല വിഷയം. ഈ ചിലർ എത്ര വാങ്ങിയാലും നമ്മുടെ കടം തീരില്ല. ഈ ബജാജിൽ നിന്നൊക്കെ ലോൺ എടുത്ത് നോക്കി, അതിങ്ങനെ അടച്ചടച്ചടച്ച് അല്ലേ, ഇങ്ങനെ അവരെ പേരൊക്കെ പറഞ്ഞതിന് പ്രശ്നമാകുമോ എന്ന് എനിക്കറിയില്ല. ഇത് പറയാൻ കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രശ്നമുണ്ട്, ആ കൂടി ഇരിക്കട്ടെ ഒരെണ്ണം, അതുകൊണ്ട് പറഞ്ഞാണ്. ക്ഷമിക്കണം. അപ്പോൾ ഇത് തീരുകയല്ല, പണം ഇങ്ങനെ കിടക്കും അല്ലേ. എങ്ങനെയാണ്? ക്യാപിറ്റൽ തിരികല്ല, പലിശ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. സ്വയം ഇങ്ങനെ നമ്മൾ നശിക്കുകയാണ്. അപ്പോൾ ഇതുപോലായിരുന്നു ഇവിടെ ഈ പ്രളയം വന്നപ്പോൾ ഈ കണക്കെഴുതി എത്ര നോക്കിയിട്ടും തീരുന്നില്ല ഉദ്യോഗസ്ഥന്മാർ. അവസാനം ഈ കിട്ടിയ കോടിക്കണക്കിന് പൈസയുടെ ഇപ്പുറത്തെഴുതി യാത്രാബത്ത ഇത്ര, ദിനബത്ത ഇത്ര, എത്ര എഴുതിയിട്ടും തീരാതെ വന്നപ്പോൾ മേലുദ്യോഗസ്ഥനെ വിളിച്ചു, സാറേ ഇത് ഒപ്പിക്കാൻ പറ്റുന്നില്ല. പുള്ളി പറഞ്ഞാൽ ആ കണക്കല്ല അപ്പുറത്തോട്ട് എഴുതാൻ പറഞ്ഞു തുക. ആ തുക എഴുതിയപ്പോൾ ഇദ്ദേഹം ഇപ്പുറത്ത് എഴുതി പിടിപ്പിച്ചെന്നാണ് പറയുന്നത്. ബത്തയ്ക്കുള്ള കിത്ത, ഈ ബാക്കി തുക നടന്നാണോന്നറിയില്ല, നടക്കാതിരിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഈ കരം പിരിക്കാൻ വരുന്നവൻ്റെയും വിഷയം ഇതാ. മരെന്ത് ചെയ്യും? അങ്ങ് പിരിക്കുക. മനസാക്ഷി ഉണ്ടാവില്ല. ഇതിനകത്തൊരു ക്രൂരത പറയാം. ഒരു മനുഷ്യൻ മരിച്ചാൽ
ജൂതന്മാർ അന്നേരം അടക്കുന്ന ഒരു രീതിയാണുള്ളത്. ഈ ബോഡിയുടെ സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, അത് മാറും മുമ്പ് അടക്കണമെന്നാണ് അവരുടെ രീതി. തെളിവ് തരാം. നമ്മുടെ അനന്യാസ് മരിച്ചു, സഫീര വരാൻ വേണ്ടി കാത്തുന്നില്ല. നമ്മളാണ് ആൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കോയമ്പത്തൂരിൽ നിന്ന് ചാച്ചൻ പുറപ്പെട്ടിട്ടേ ഉള്ളൂ അല്ലേ? അതിന് നമുക്കാ കുറ്റം. അത് വെച്ച് നീട്ടണം നമ്മൾ പാട്ട്. നാട്ടുകാർക്കെല്ലാം അറിയത്തില്ല നമ്മൾ ഈ നീട്ടുന്ന പ്രസംഗിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നല്ല. കോയമ്പത്തൂരെ ചാച്ചൻ അതിൻ്റെ കാരണം. ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ സമയം പാലിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താ? അതിനിടയ്ക്കൊരാശംസ, ഒരുത്തൻ്റെ അനുശോചനം. നിങ്ങൾ കണ്ട ഈ രാഷ്ട്രീയക്കാർ ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്. തൊട്ടടുത്ത മെമ്പറും താമസിച്ചേ വരുള്ളൂ. ആ പീക്ക് അവറിൽ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ആൾ പറയണം, സാറ് വരുവാണെങ്കിൽ നേരത്തെ വാ. നമ്മുടെ ആ ശുശ്രൂഷയുടെ ക്ലൈമാക്സിൽ ഇങ്ങോട്ട് വന്നിട്ട് അവർ 10 ബൈബിൾ വാക്യം പഠിച്ചിട്ടുണ്ട്, അതങ്ങ് തട്ടും. കേൾക്കുന്നത് നിങ്ങൾ പറയും, കണ്ടോ സെൻട്രൽ പാസ്റ്റേക്കാൾ കാര്യമായിട്ട് ഇന്ന ആൾ വന്ന് സംസാരിച്ചു. അവർക്ക് ആ സൈക്കോളജിയൊക്കെ അറിയാം എവിടെ വന്ന് എന്ത് പറയണമെന്ന്. പോട്ടെ, ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ അടക്കണം. ആരും വരാൻ നിൽക്കില്ല. പക്ഷെ അവിടെ ചുങ്കക്കാരിയെല്ലും അടക്കാൻ തുടങ്ങുമ്പോൾ പറയാം, അവിടെ നിർത്ത്, കർമ്മമൊക്കെ ചെയ്യണ്ടേ? പപ്പ നികുതി അടയ്ക്കാനുണ്ട്, റെക്കോർഡെല്ലാം കാണിക്കും. അവർ പറയും, ഇല്ല കാശ് കുറവാണ്, ഉള്ളത് അടയ്ക്ക്. പിടിച്ചു മേടിച്ചതും ഉടനെ അടപ്പിക്കും. അവശേഷിച്ചത് ഉത്തരവാദിത്തപ്പെട്ടൊരു മോൻ്റെ പേരിൽ എഴുതും, മിക്കവാറും മൂത്ത ആളിൻ്റെ പേര്. അത് കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം തെരുവിൽ ചെല്ലുമ്പോൾ അവിടെ കാണും ഈ മത്തായിയുടെ കണ്ണ് വെട്ടിച്ചങ്ങോട്ട് മാറുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന സക്കായി. ഇതാ സ്ഥിതി. മനുഷ്യന് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പ്രാഗി മൊഴിഞ്ഞ് നശിപ്പിച്ചാണ് മനുഷ്യരിവരെ ഇട്ടിരിക്കുന്നത്. വീട്ടിലെ മോക്ക് കല്യാണമല്ലോ എന്ന് പറയും, മത്തായുടെ വീട്ടിലാണോ? വേണ്ട വേണ്ട. ഈ ദല്ലാൾ വന്നിട്ട് പറയും, ബ്രോക്കർ പറയും, നല്ലതാണ്, കാറുണ്ട്, വീടുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, 100 ഗുണങ്ങൾ പറയുമ്പോൾ വേണ്ട. കാരണം അതൊന്നും സംതൃപ്തി തരുന്ന ഒന്നല്ല. അവിടെ നിന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ഐശ്വര്യമൊക്കെ നല്ലതാണ്, ആ കൂടെ സംതൃപ്തി വേണം നമുക്കല്ലേ. ആ സംതൃപ്തിയുള്ള ഒരു സമ്പത്തിനെ നമുക്ക് വിലമതിക്കാൻ പറ്റുമോ? അതൊക്കെ അറിയാം. എന്നിട്ട് എന്ത് പറ്റി? ഇങ്ങനെ ഇരിക്കുന്ന ഈ മനുഷ്യനും ഇതെവിടെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചിലതരം തെറ്റുകൾ അങ്ങനെയാണ്. അതെവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. ഇയാൾക്കൊന്ന് നന്നാകണം, അയാൾക്കൊന്ന് ശരിയാകണം. സമൂഹം അനുവദിക്കുന്നില്ല അവർ ശരിയാകാൻ. നേരെ ഒന്ന് കൊണ്ടുവരണം. ഞാൻ ഗുണ്ടാപ്പണി ചെയ്യുന്നൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞത്, ഇതെന്താ പ്രശ്നം, ഇത് നിർത്തണമെന്ന് ആഗ്രഹിച്ച് എല്ലാം ഉപേക്ഷിക്കുമ്പോഴായിരിക്കും അടുത്ത ടീം വന്നിട്ട് പറയുന്നത്, ഇതുവരെ തരാത്ത വലിയൊരു തുകയും തന്നെച്ച് പറയും, അവൻ്റെ അടുത്ത് പോകണം. ഇതൊന്ന് ഇറക്കി വെക്കണം. മനസ്സിൽ കുറ്റബോധമാണ്, ഇതൊന്ന് മാറ്റണം. പക്ഷെ സമൂഹം സമ്മതിക്കുന്നില്ല, സാഹചര്യം സമ്മതിക്കുന്നില്ല. അത്തരമൊരവസ്ഥയുടെ പേരാ ബന്ധനം. ബന്ധിക്കപ്പെട്ട ആ പ്രതിസന്ധി ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വേദനയായി ആഴത്തിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മത്തായിക്ക് ഇതൊന്നെങ്കിലും ഇറക്കി വെക്കണം, സക്കായിക്ക് ഇതൊന്ന് മാറി നടക്കണം. ആ ചിന്തയോടുകൂടി ഒരിക്കൽ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് യേശു ചെന്നു. എന്നിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ കാണിക്കുന്നത് തെറ്റാന്നോ, ഇനി ഇത് ചെയ്യരുതെന്നോ, ഇത്രയും നാൾ നീ കാണിച്ചത് ശരിയായില്ലെന്നോ ഒന്നും പറയാതെ അവനെ ഒന്ന് നോക്കി. കർത്താവ് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ ശരിയാവും. ഒരു വഴക്കും പറഞ്ഞില്ല. ബൈബിൾ എവിടെയെങ്കിലും ഒരു മനുഷ്യനെ, ശമര്യ സ്ത്രീയെ ഡീല് ചെയ്യുമ്പോൾ, സക്കായിയെ ഡീല് ചെയ്യുമ്പോൾ, മത്തായിയെ ഡീല് ചെയ്യുമ്പോൾ യേശു ഒരു വഴക്കും പറഞ്ഞു കേട്ടിട്ടില്ല. ഇങ്ങനെ ഇടപെടാൻ കഴിയുന്ന ഒറ്റ വിദഗ്ധനായ ഹൃദയത്തെ അറിയുന്ന ഒരു നല്ല മനഃശാസ്ത്രജ്ഞൻ്റെ പേരാ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പാപബോധം അവൻ ഉളവാക്കുന്നത് പരിഹസിച്ചല്ല, കുഴപ്പം കണ്ടുപിടിച്ച് 10 പേരോട് പറഞ്ഞല്ല, തൊട്ടു മുമ്പിൽ വന്ന് നിന്നിട്ടേ യേശു മാത്രം ഇടപെടുന്ന രീതിക്കൊരു പ്രത്യേകതയുണ്ട്. അവൻ അടുത്തോട്ട് വന്നിട്ട് പറയും, വാ എൻ്റെ കൂടെ, അത് കളഞ്ഞേച്ചു വാ. അപ്പോൾ ഈ കൂടെ വരുന്നവന് ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മളെല്ലാം കൂടെ ഒരു പ്രവർത്തനത്തിന്, പരസ്യത്തിന് പോവാം. നമ്മൾ ഈ ടൗണിലേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന നമ്മുടെ ഒരു സഹോദരനെ കണ്ടു. അയാൾ കുഴപ്പം പക്ഷേ ഇതാണ്, വീട്ടിലിട്ടിരിക്കുന്ന ആ ടീഷർട്ടും പൊതുജനങ്ങളുടെ കൂടെ വന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു പാൻറ്റും ഒക്കെ ഇട്ട് നിൽക്കുക. നമ്മൾ വിളിച്ചു, വാ സാരമില്ല, കയറിക്കോ, ഇങ്ങോട്ട് കയറ്. അതൊന്നും സാരമില്ല എന്ന് വാ. നിർബന്ധത്തിന് വഴങ്ങി ഈ മനുഷ്യൻ കൂടെ കൂടുമ്പോഴെല്ലാം
അയാളുടെ ഉള്ളിൽ ഒരു വല്ലായ്മ. കാരണം എന്താ, ശുഭ്രവസ്ത്രധാരികളുടെ കൂടെ ചേരാത്ത വസ്ത്രം ധരിച്ച് ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഇറിറ്റേഷൻ പോലെ മത്തായിക്ക് ഒരു ഇറിറ്റേഷൻ. ഞാൻ ആരുടെ കൂടെ പോകുന്നേ? രാജാതി രാജാവിൻ്റെ കൂടെ, പരിശുദ്ധൻ്റെ കൂടെ, അത്ഭുതങ്ങൾ ചെയ്തവൻ്റെ കൂടെ, സത്യസന്ധൻ്റെ കൂടെ. ഈ പരിശുദ്ധൻ്റെ കൂടെ നടന്നപ്പോൾ തോന്നിയ ഇറിറ്റേഷൻ കൊണ്ട് മത്തായിക്ക് അന്ന് തോന്നി, എനിക്കൊന്ന് നന്നാകണം, എനിക്കൊന്ന് ശരിയാകണം. ഇന്നലെ വരെ ഞാൻ ഓടിയ ഓട്ടത്തിൻ്റെ വിപരീത ദിശയിലേക്ക് എനിക്കൊന്ന് യാത്ര ചെയ്യണം. ഇന്നലെ വരെ ചിന്തിച്ചതിൻ്റെ വിപരീതമായി ചിലത് ചെയ്യണം. ഇതേ തോന്നൽ സക്കായിക്ക് വന്നപ്പോഴാണ് സക്കായി ചിന്തിച്ചത്, ഞാനേ ചതിവായി വാങ്ങിയതൊക്കെ ഇതാ 10 മടങ്ങ് മടക്കി കൊടുക്കാൻ സന്നദ്ധനായി വരിക. ചിലതരം പാപക്ഷമയുടെ ശക്തി അതാണെങ്കിൽ ഈ രാത്രി അങ്ങനെ നമ്മെ ആക്കി തീർക്കുന്ന മഹാദൈവത്തിൻ്റെ പുത്രൻ ഇവിടെയുണ്ട്. ഏത് വേദനയും പരിഹരിച്ച് തന്നെ അനുഗമിക്കാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ആ ദൈവപുത്രനെ ഈ വചനം കേൾക്കുന്നവരുടെ നടുവിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ പ്രഥമ രാത്രി തന്നെ സുവിശേഷത്തിന്റെ മഹിമ ഞങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്യട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ആ യേശുവിനെ നമ്മൾ ഒരുമിച്ച് ഉയർത്തുകയാണ്. ഈ ദേശത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശു ചൈതന്യം ഈ ദേശത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. നാളുകളായ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇത്തരം വേദനയുടെ വ്യഗ്രതയിൽ കഴിഞ്ഞുകൂടുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ ഇതാ ഇരുട്ടിനെയെല്ലാം അടിച്ച് സംശുദ്ധി നമുക്ക് പ്രദാനം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ സാന്നിധ്യം ഇന്ന് രാത്രി കേൾപ്പവർക്ക് വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മത്തായി തൻ്റെ എഴുത്തുകളിൽ പ്രധാനമായി ശ്രദ്ധിച്ച ഒരു കാര്യം, യേശുവിനെ ഒരു രാജാവായി ചിത്രീകരിക്കുക. ജൂതന്മാർ പ്രതീക്ഷിച്ചിരുന്ന ഉലകത്തിൻ്റെ രാജാവ്, സത്യസന്ധനായ രാജാവ് ആ യേശുവാണ് എന്ന് ബോധ്യപ്പെടുത്തുക. പഴയ നിയമകൃതികളിൽ ധാരാളമായുള്ള ഉദ്ധരണികൾ രൂപപ്പെടുത്തിക്കൊണ്ട് അവർ കാത്തിരുന്ന മശിഹ എന്ന രക്ഷകൻ ഈ സുവിശേഷത്തിലുണ്ട് അങ്ങനെ സ്ഥാപിക്കാൻ ഒരുമ്പെടുമ്പോൾ മത്തായിയുടെ ഒരു കഴിവുകേട് ഞാൻ നിങ്ങളോട് പറയാം. അത് പൊതുവിൽ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. മത്തായി പഠിച്ചതെല്ലാം അക്കൗണ്ടൻസിയും കൊമേഴ്സും ഒക്കെയാണ്. അത് പഠിച്ചവരുണ്ട്, ഓർത്തോളം നിങ്ങൾ നല്ല ബ്രില്യൻ്റ് ആൾക്കാരാണ്. ഈ കൊമേഴ്സ് പഠിച്ചവർ, അക്കൗണ്ടൻസി പഠിച്ചവർ അല്ലേ? നല്ല കഴിവ് വേണം. അത് കണക്ക് കൂട്ടാനുള്ള കഴിവല്ല. കാരണം ഇതിന് മാത്രം ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ബികോമിനും എംകോമിനുള്ളൊരു പ്രത്യേകത, അതുമാത്രം പരിഷ്കരിക്കാത്ത സബ്ജക്റ്റാണ്. ബാക്കിക്കെല്ലാം അപ്ഡേഷനുണ്ട്. പണ്ടത്തെ അക്കൗണ്ടൻസിയാണ് ഇപ്പോഴും പഠിക്കുന്നത്, പണ്ടത്തെ കൊമേഴ്സാണ് ഇപ്പോഴും പഠിക്കുന്നത്. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയെന്നേ ഉള്ളൂ. കാരണം അതിന് മാറ്റമില്ല. സ്ഥായിയായൊരു ശാസ്ത്രം അതിലുണ്ടതാണ്. കാരണം അക്കൗണ്ടൻ്റ് കൂട്ടുകയും കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. അയാൾ കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, ഗുണിക്കുന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നറിയണ്ടേ? നമ്മൾ നടത്തിയ ചെലവ് അടുക്കി പെറുക്കി വെച്ച് തരുന്നു, ഡീസൻ്റാക്കി തരുന്നു. ഇത്രേ ഉള്ളൂ. ലളിതമായി പറഞ്ഞാൽ നമ്മൾ ചായ കുടിച്ചത്, ഈ പന്തലിട്ടത്, ഈ പാട്ടുകാരെ വിളിച്ചത്, ഇതെങ്ങനൊക്കെ ചിലവ് ഏത് വഴിക്ക് പോയി എന്നുള്ളത് അവർ ഓർഡറിലാക്കി തരുന്ന പണിയാണ് അക്കൗണ്ടൻസി. ശരിയാണോ? നല്ല ബ്രില്യൻ്റായ ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? അപാര കഴിവ് വേണം. പക്ഷെ ഒരു പരിമിതി അവർക്കുണ്ട്, ഒരു കുറവ്. പഠിച്ചൊരു പെണ്ണുങ്ങളിൽ സാഹിത്യവും ഭാഷ ഇവർക്കങ്ങനെ വഴങ്ങില്ല. അവരുടെ ലോകം അങ്ങനെ അല്ലേ? സാഹിത്യം വഴങ്ങില്ല. അതുകൊണ്ട് അക്കൗണ്ടൻസി പഠിച്ച ആളുകളുടെ ഇംഗ്ലീഷൊക്കെ ഒന്ന് കേൾക്കണ്ട. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ? 3 ക്യാഷ് ബുക്ക്, മെനോൻ ആൻഡ് കമ്പനി, പർച്ചേസിങ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ദേഹം പെരുക്കും. ഏതാണ്ടൊരു ഭാഷ. സാഹിത്യം വഴങ്ങല്ല. ചിലരുണ്ട് കേട്ടോ, സുമാർ അഴീക്കോടൊക്കെ കൊമേഴ്സ് പഠിച്ചിട്ട് മലയാളം പഠിച്ച ആളാണ്. ചുമ്മാ ഒന്നുമല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അപൂർവം ചിലർ. മത്തായി പഠിച്ചല്ല ഇതാ. മാന്യമായി മത്തായിക്ക് കൊടുക്കാവുന്നൊരു ജോലി ട്രഷററുടെ പണിയായിരുന്നു. കൊടുത്തോ? ഇല്ല. നമ്മളീ പലരും നേതാവാകത്തിൻ്റെ കാര്യം മനസ്സിലായോ? ദൈവമുണ്ടായിരിക്കുന്നു, കഴിവില്ലാഞ്ഞിട്ടല്ലെന്നും. ഇതിനകത്തെ സകല പോസ്റ്റിങ്ങും കഴിവിനെ ആധാരമാക്കിയല്ല, കൃപയാണ് മാനദണ്ഡം. കൃപയായതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, കൃപയായതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പാടുന്നത്, കൃപയായതുകൊണ്ടാണ് കർത്തദാസനോടിരിക്കുന്നത്,
കൃപയായതുകൊണ്ടാ നിങ്ങളിവിടെ ഇരിക്കുന്ന യോഗ്യതയല്ല. കഴിവ് വെച്ചവൻ ഒന്നും തരില്ല, കൂട്ടത്തിലേറ്റവും കൊള്ളരുതാത്തവനും തോന്നിയവനെ പിടിച്ച് ട്രഷാറുമാക്കി. നമ്മളാണെ ആക്കുമോ? യൂദായുടെ പേരൊക്കെ നിർദ്ദേശിക്കുമ്പോഴേക്ക് ബാക്കി അപ്പോസ്തലന്മാരിന്ന് വിഷമിക്കുന്നുണ്ട്, പറയണമെന്നുണ്ട്, അച്ഛാ വേണ്ട വേണ്ട വേണ്ടെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ കർത്താവിനോട് പറച്ചിൽ മിണ്ടരുത്, അവിടെ ഇരിക്കാൻ പറയും. പക്വതയില്ലാത്ത ഒരാളെ പിടിച്ച് ലീഡറാക്കുമോ? ആക്കൂല. പക്ഷെ ഈ പിരിവിരാന്നോടി ഏതാണ്ടെല്ലാം കാട്ടിക്കൂടുന്ന പത്രോസിനെ നോക്കി പറഞ്ഞു, നീ ആ ലീഡർ. കണ്ടോ, ഈ കമ്മിറ്റി എത്ര നാൾ നിൽക്കും നിങ്ങളോർത്തേ? അപ്പോഴൊക്കെ മനസ്സിലാക്കി കാണും, ഈ പ്രസ്ഥാനം ഓടാൻ കാരണം നമ്മുടെ പ്രാപ്തിയല്ല, അവിടുത്തെ കൃപ. ഹല്ലേലൂയ. ആ കഴിവ് നോക്കി അവൻ ഒന്നും തരില്ലാന്ന്, ഒന്നും കഴിവ് നോക്കി തരില്ല. മത്തായിയോട് പറഞ്ഞ് എഴുതിക്കൊള്ളാൻ സുവിശേഷം സാഹിത്യം അറിയാത്തവനോട്. പക്ഷെ മത്തായിയുടെ എഴുത്ത് കണ്ടോ, അതിനകത്ത് പ്രയോഗിച്ചു ഒരു അക്കൗണ്ടൻസി. തുടങ്ങുന്ന അക്കൗണ്ടൻസിയിലാണ്. അത് ക്യാഷിൻ്റെ കണക്കല്ല, അബ്രഹാമിന് മക്കൾ ജനിച്ച കണക്ക് ചിട്ടയ്ക്ക് അടുക്കി വെച്ചേക്കുന്നുണ്ടോ 1-ാം അധ്യായത്തിൽ. എന്തൊരെഴുത്ത്! അത് തന്നെ അക്കൗണ്ടൻസിയുടെ ഏറ്റവും വലിയ തെളിവ്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. എന്നിട്ട് 14 വീതം തലമുറകളെ വേർതിരിച്ചിട്ട് രസകരമായൊരു അടുക്കിപ്പിറുക്ക്. എന്തൊരു വൃത്തിയാണല്ലേ! തലമുറകളെ നല്ല ഓർഡറിൽ കൊണ്ടുവന്ന് അങ്ങോട്ടാക്കി. എന്നിട്ട് ആ തലമുറയിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്ന് സ്ഥാപിച്ചെടുത്തിട്ട് അപ്പോസ്തലൻ ഇതിൽ പറയുന്ന ഉപമകൾ പഠിക്കണം. ആ ഉപമകളിലെല്ലാം കാണുന്നത് രാജാവും പരിവാരങ്ങളും. മഹാരാജാവിൻ്റെ വിവാഹം, രാജാവ് തൻ്റെ ആ വിശിഷ്ട സേവനത്തിന് ആളുകളെ വിളിക്കുന്നത്, രാജശുശ്രൂഷകന്മാരുടെ കാര്യം. ഇനി മാർക്കോസിലേക്ക് എന്നാൽ വേല ചെയ്യുന്നവനും വേലയ്ക്ക് വേണ്ടി വിളിക്കുന്ന യജമാനനും ഉപമയല്ല അതാ. ലൂക്കോസിലേക്ക് എന്നാൽ മനുഷ്യരെക്കുറിച്ചുള്ള ഉപമ. 1-ാം സുവിശേഷത്തിൽ യേശു രാജാതി രാജാവെങ്കിൽ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു വിശ്വസ്തനായ ഒരു സേവകൻ, നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ വന്ന, ദാസ്യവൃത്തി ചെയ്യാൻ വന്ന ആ വലിയ വ്യക്തിത്വമായി മാർക്കോസ് യേശുവിനെ കാണുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു സർവ്വതും തികഞ്ഞ ദൈവഭാവമുള്ള ആ മനുഷ്യനായി വ്യാപരിപ്പിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവൻ സാക്ഷാൽ ദൈവമാണ്. ഇതിനാണ് 4 സുവിശേഷങ്ങൾ. 1-ാം സുവിശേഷത്തിൽ രാജാതി രാജാവ്, 2-ാം സുവിശേഷത്തിൽ നമ്മുടെ പാദം കൂടി കഴുകാൻ സന്മനസ്സോടെ വന്ന് നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ, സ്വർഗീയ മഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന സേവനം ചെയ്യുന്ന നമ്മുടെ കർത്താവ്. 3-ാം സുവിശേഷത്തിൽ ഉത്തമനായൊരു മനുഷ്യൻ, സകലത്തിൻ്റെയും തികവാർന്നൊരു മനുഷ്യൻ, ഇന്നുവരെ ലോകം കണ്ടതിലെ അത്യുത്തമനായൊരു മനുഷ്യൻ. കർത്തൃദാസൻ ഞാൻ വരുമ്പോൾ മഹായോഗം എന്ന് വിശേഷിപ്പിച്ച് അനന്തരം പറഞ്ഞ ആ വാക്കുകൾ ഇവിടെ ചേർക്കാം. രാജാതി രാജാവ് മാത്രമല്ല, സർവവും തികവായ നമ്മുടെ കർത്താവ് 3-ാം സുവിശേഷത്തിൽ. 4-ാം സുവിശേഷത്തിൽ പണ്ടേയുള്ളവൻ, ഉൽപ്പത്തിക്ക് മുൻപേയുള്ളവൻ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ജഡമായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ 4 സുവിശേഷങ്ങളിൽ പ്രഥമ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുവും അപ്പോസ്തലന്മാരും തമ്മിലുള്ള വളരെ ചിന്തനീയമായ ഒരു സംഭാഷണത്തിലേക്കാണ് നമ്മുടെ വായന വന്നത്. അത് വളരെ ലളിതമായ ചോദ്യം. ആ ചോദ്യം എന്താ? കർത്താവേ, ഞങ്ങൾ നിൻ്റെ കൂടെ വന്നു, നിന്നെ അനുഗമിച്ചു. വെറുതെ അല്ല അനുഗമിച്ചത്, ഞങ്ങൾക്കുള്ളതൊക്കെ വിട്ടു, ത്യജിച്ചിട്ട് വന്നതാ. അതൊരു വസ്തുതയാണ്. ത്യജിച്ചിട്ട് ഞങ്ങൾ വന്നു. അങ്ങനെ വന്ന ഞങ്ങൾക്ക് എന്ത് കിട്ടും? നഥനയേലും ചോദിച്ച ഇതേ ചോദ്യം. വല്ല നന്മയും വരുമോ? മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരന്വേഷണമായത്. പക്ഷെ അന്ന് പിന്നെ എന്തിനാണ് ത്യജിച്ചത്? അന്നേ ചോദിക്കേണ്ടതാ. എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. യേശു വിളിച്ചപ്പോൾ ആ വിളിക്കുള്ളിൽ എവിടെയോ കരുതി വെച്ചൊരു വാത്സല്യത്തിൻ്റെ ശക്തി യേശുവിനെ അനുഗമിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഒരന്തനെ പോലെ ആ വരവാ ഇവിടെ വരെ വന്നത്. ഒന്നുറപ്പാ, വിളിച്ചത് അവനെങ്കിൽ, ശബ്ദം അവൻ്റേതെങ്കിൽ, അടിപതറാതെ ചുവട് പിഴയ്ക്കാതെ അന്ത്യത്തോളം എന്നെ കൊണ്ടെത്തിക്കും. ഇഹലോകത്തിലൊന്നും വെട്ടിപ്പിടിച്ചില്ലെങ്കിലും സുഖദായകമായ സംതൃപ്തിജനകമായ ആ തീരുമാനത്തിൻ്റെ പേരാ ക്രിസ്ത്യ ജീവിതം. നമ്മൾ പാട്ടുപാടിയല്ലോ, മഹത്തരമായ ഭാഗ്യകരമായ ആ ക്രിസ്ത്യ ജീവിതം ആ വിളിയുടെ ശക്തിയാണ്. അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ഡിമാൻഡും ഞാൻ വച്ചില്ല. അവൻ്റെ കൂടെ, അവനെ എന്താ വ്യത്യാസം വരത്തില്ല സൗണ്ടിന്?
മുമ്പേ കണ്ട ആൾ തന്നെയാണോ അത്? ആ. അപ്പോൾ മഹത്തരമായ ആ ചിന്ത, ആശയം യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ നടന്ന് ഇങ്ങനെ പഠിക്കുക. പക്ഷെ ഇവരാകെപ്പാടെ പഠിച്ചതെല്ലാം എന്താണെന്നറിയണ്ടേ? ആ തലമുറയിൽ തന്നെ റോമിനെ ഓടിച്ചു വിട്ട് പരീശന്മാരെ അടിച്ചൊതുക്കി യേശു രാജാവാകും എന്നൊരു പ്രതീക്ഷ യൂദയടക്കമുള്ളവർക്കുണ്ട്. യൂദയ്ക്കാണ് പ്രധാനം. കാരണം യേശു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങൾ പറയുക. അപ്പോഴൊന്നും ഈ പ്രധാന കാര്യം വരുന്നില്ല. നമുക്കെന്നാൽ രാജ്യം കിട്ടുന്നേ, നമുക്കിതെപ്പോഴാണ് കിട്ടുന്നേ, ഇത് പറയുന്നില്ല. അവസാനം കർത്താവ് അവർക്ക് നിരാശ തോന്നുന്ന വിധത്തിലൊരു സംഭാഷണം, എൻ്റെ രാജ്യം ഐഹികമല്ല. തീർന്നു, പോകേണ്ടതാ വേണമെങ്കിലേ. ഓരോ ദിവസം കഴിയും തോറും ഈ പഠനം ഇവരുടെ പ്രതീക്ഷകളിൽ നിന്ന് അകന്നകന്നകന്ന് പോവാ. ഇനി ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ എൻ്റെ രക്തം കുടിക്കാതെയും എൻ്റെ മാംസം ഭക്ഷിക്കാതെ ഇരുന്നാൽ ഉള്ളിൽ ജീവനില്ല. അന്ന് മുതൽ ചിലർ പറഞ്ഞു, ഇത് കഠിന ഉപദേശം, ഞങ്ങൾ നിർത്തിപ്പോവാ. നിങ്ങളൊന്നാലോചിച്ച്, വലിയൊരു ജനാവലി ഇരിക്കുക, ആ ജനാവലിയുടെ സൈക്കോളജി അറിഞ്ഞ് പ്രസംഗിക്കാതെ അവർ പോകുമെന്ന് ഉറപ്പായിട്ട് യേശു ഉപദേശം കട്ടികൂട്ടിയപ്പോൾ വൻ ജനാവലി പിരിഞ്ഞു. പത്രോസിനൊക്കെ പറയണമെന്നുണ്ടോ, നമ്മളൊരു വിധത്തിൽ സംഭരിച്ചു കൊണ്ടുവന്ന മനുഷ്യരാണ്, ഒരല്പം വിട്ടുവീഴ്ച ആകാരുന്നു ഗുരു. ഇത് പറയാൻ പലതവണ പത്രോസ് ആഗ്രഹിച്ചതാണ്. നമ്മളൊക്കെ പലപ്പോഴും ഈ മെഗാ ചർച്ചിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ അങ്ങനെ. എന്താ ചെയ്യുന്നത്? അവൻ്റെ ഇഷ്ടവും അടുത്തവൻ്റെ ഇഷ്ടവും എല്ലാം ഇങ്ങനെ സാധിച്ച് പരമാവധി ഉപദേശത്തിൽ വിട്ടുവീഴ്ച വരുത്തി എല്ലാത്തരം പ്രവൃത്തികളെ അനുവദിച്ചു കൊണ്ടുപോയാൽ ചർച്ച് വലിയ മെഗാ ചർച്ചാവും. ഉപദേശത്തിൽ കൃത്യത പുലർത്തി പോയി കഴിഞ്ഞാൽ ചർച്ചിൽ പെട്ടെന്ന് മെഗാ ചർച്ചാകാനൊന്നും പറ്റില്ല. എല്ലാത്തരം ലോകമയത്വത്തെയും അനുവദിച്ചു കൊടുത്ത് ഇതിനെ നമുക്കെങ്ങനെ പർവ്വതീകരിച്ച് അതിനെ നിലനിർത്താമെന്നുള്ള ഒരു ചിന്ത ആധുനികമായൊരു കാഴ്ചപ്പാടിൽ വന്നു. പക്ഷേ കർത്താവ് ഈ ഇംഗിതം അറിഞ്ഞിട്ടൊരു ചോദ്യമാണ്, നിങ്ങൾക്കും പോകാൻ മനസ്സില്ലായിരുന്നോ? അതാകപ്പാടെ പൊക്കോ എന്ന് പറഞ്ഞതിൻ്റെ തുല്യം അല്ലേ? നിങ്ങൾക്കും പോകാൻ മനസ്സില്ലായിരുന്നോ? ചിലരോടൊക്കെ യേശു പെരുമാറിയ ഗൗരവം കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. നമ്മളാണെങ്കിൽ അവിടെ പിന്നെ നിൽക്കുകയില്ല. ഉദാഹരണം പറയാം, കുറേ മനുഷ്യരൊപ്പം നിൽക്കുക, കർത്താവ് അവരെ ആക്ഷേപിക്കുന്ന പോലെ പറയുകയാണേ, നിങ്ങളേ വചനം കേൾക്കാനൊന്നും വന്നല്ല, അപ്പം കഴിച്ചുകൊണ്ടായി വന്നേന്ന്. നമ്മളാണെങ്കിൽ പിന്നെ ആ കൂട്ടായ്മയ്ക്ക് പോവോ? മാസ്യോത്തിൽ ഇല്ലിപ്പം നമ്മോട് പറയുക ഭക്ഷണം കഴിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നിൽക്കുമോ? നിൽക്കില്ല. ഞാൻ നിൽക്കില്ല. എനിക്ക് ന്യായമുണ്ട് 10 പേരോട് പറയാൻ. ഇനി എന്താണെങ്കിലും കർത്താവ് അങ്ങനെ പറയാമോ? അപ്പോൾ അത് സത്യത്തിൽ മനുഷ്യൻ ഇത്രയും ബുദ്ധിമുട്ടി വന്ന അപ്പം കഴിക്കാനാണോ? അല്ലെന്ന് വാദിച്ചാൽ കർത്താവ് കള്ളം പറഞ്ഞെന്ന് വരും. കർത്താവ് കള്ളം പറയുന്നില്ലെന്ന് ഉറപ്പ് തിരിച്ച് ചിന്തിച്ചാൽ ഉത്തരം കിട്ടത്തില്ല. ഇത്രയും മനുഷ്യൻ നേരത്തെ പോലെ കാത്തിരിക്കുക. അതിലൊരു സത്യമുണ്ട്. എന്താ സത്യം എന്നറിയണ്ടേ? കർത്താവ് അപ്പം കൊടുത്ത് കഴിക്കാൻ തന്നെ അവർ വന്ന്. കാരണം പറയാം, ഈ അപ്പം കഴിച്ചവൻ ചെന്നിട്ട് സാക്ഷ്യം പറഞ്ഞ അപ്പം ഉണ്ടെന്നല്ല യോഗത്തിന്. ഞാൻ ഇന്നലെ യോഗത്തിന് പോയപ്പോൾ അവിടുന്ന് അല്പം അപ്പം കഴിച്ചു. അത് കഴിച്ച മാത്രയിൽ ദീർഘവർഷങ്ങൾ എൻ്റെ ഉള്ളിൽ വ്യാപരിച്ചിരുന്ന ഒരു വലിയ മാരക രോഗം മാറുന്നൊരു ഫീലുണ്ടായി. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിച്ചു, എൻ്റെ ഷുഗർ കുറഞ്ഞു, എൻ്റെ കാലിൻ്റെ ആ പ്രതിസന്ധി മാറി, എൻ്റെ ബുദ്ധി പ്രശോഭിച്ചു, എൻ്റെ മക്കൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. ഇത് കേട്ടവർക്ക് യേശു വാഴ്ത്തിയ അപ്പമൊന്ന് കഴിക്കണമെന്ന് തോന്നി. അതാ കാര്യം. ഈ ഇംഗിത പറഞ്ഞപ്പോഴേ കർത്താവ് ആ പ്രോഗ്രാം നിർത്തിക്കളഞ്ഞു. ഈ അപ്പം വിതരണം ചെയ്യുന്ന പണി നിർത്തി. പലയിടത്തും അത്ഭുതം നടക്കാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? എൻ്റെ കാരണം ഇത് തേടി വന്നാൽ കർത്താവ് ഇതിനങ്ങ് തിരശ്ശീല ഇടും. ഭൗതികം മാത്രം ആഗ്രഹിച്ച് യേശുവിനെ അനുഗമിക്കാൻ വന്നാൽ ആ വഴി കർത്താവ് അങ്ങ് അടയ്ക്കും. കാരണം എന്താ? അല്പം കഴിഞ്ഞ് ജീവൻ്റെ അപ്പമായവൻ നുറുക്കപ്പെടും. ആ ജീവൻ്റെ അപ്പത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയാത്തവൻ്റെ അല്ല ക്രിസ്തീയ ജീവിതം.
ഭൗതികപ്പം ഭക്ഷിച്ചവൻ്റെതാക്കി ക്രിസ്തീയ ജീവിതത്തെ മാറ്റുന്ന ആ പ്രവണത മാറ്റണം. മറിച്ച് ജീവന്റെ അപ്പം അറുക്കപ്പെടാൻ പോകുകയാണ്. അവനൊപ്പം നിൽക്കുന്ന അനുഭവമാണ് ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യപത്രം. ഹല്ലേലൂയ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ വേദനാജനകമായ അവസ്ഥയിൽ ഒരുത്തൻ വന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. ഇനി പത്രോസ് ആരുമാകട്ടെ, പലരും പോയിട്ടും ഒപ്പം നിൽക്കാൻ അവൻ കാട്ടിയിട്ട് പറയുന്ന ആ മധുര മൊഴികൾ കേട്ടില്ലേ? എന്തിനാ അധികം എഴുതുന്നത്, എന്തിനാ അധികം പറയുന്നത്? പത്രോസ് കാര്യം എൻ്റെയും നിങ്ങളുടെയും നിലവാരം വെച്ച് നോക്കിയാൽ ഒത്തിരി കുറവുള്ളവനാ. പക്ഷെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എത്ര മഹത്തര വാക്കുകളാ! സദൃശവാക്യക്കാരൻ പറയുന്ന പോലെ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ ശോഭിക്കുന്ന മനോഹരങ്ങളായ വാക്കുകൾ തന്ന നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് ഗുരു. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെയാ പോവുക? അതിൽ പരം ഒരു ആരാധനയുണ്ടോ? നമുക്ക് ഇന്ന് രാത്രി പറയാം, കർത്താവ്, ഞങ്ങളിവിടെ വന്നതും ആ നിത്യജീവന്റെ മൊഴി കേൾക്കാനാ. ഞങ്ങൾ വന്നത് നിത്യജീവന്റെ പാട്ട് കേൾക്കാനാ. ഞങ്ങൾ വന്നൊരു മനുഷ്യനെ കാണാനല്ല, അവിടെ നിന്ന് കേൾക്കാനല്ല, മറ്റ് ഒന്നും അറിയാൻ വേണ്ടിയല്ല. നിത്യജീവന്റെ മൊഴികൾ, അതാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. ആ വചനം അങ്ങോട്ട് കേട്ട മാത്രയിൽ അവരിൽ അങ്കുരിച്ച സന്തോഷം. പക്ഷെ ആ ഇടയ്ക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഈ ശിഷ്യൻ തന്നെ ചോദിക്കുക, നിനക്കൊപ്പം വന്ന എന്താണ് എനിക്ക് കിട്ടുക? ഒന്ന് പറഞ്ഞു തരണം. കർത്താവ് അതിന് ആശ്വാസം വരുന്നൊരു വാക്ക് പറഞ്ഞു, എൻ്റെ നാമനിമിത്തം നിങ്ങൾ എന്തൊക്കെ ത്യജിച്ചു അതിൻ്റെ 100 ഇരട്ടി. സത്യത്തിൽ വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് 100 ഇരട്ടിയെ കിട്ടിയുള്ളൂ എന്നാലോചിച്ചേ. പലപ്പോഴും നമ്മൾ നന്ദി കെട്ടവരാകാറുണ്ട്. കർത്താവ് വിളിച്ച നാൾ മുതൽ ഇവിടെ വരെയുള്ള ജീവിതാവസ്ഥകളിൽ അവൻ തന്ന ആത്മീയ ഭൗതിക നന്മകൾ 10 മടങ്ങ് നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമായി നിൽക്കുക. ഒന്നും അവൻ കുറച്ചില്ല, എവിടെയും അവൻ ത്യജിച്ചില്ല. നാം അവിശ്വസ്തരായിരുന്നിട്ടും അവിടുന്ന് വിശ്വസ്തരായി നമ്മുടെ കൂടെ. എന്നിട്ട് മറ്റൊന്നുകൂടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ 12 ആളുകളും മഹിമാസനത്തിലിരുന്നു കൊണ്ട്, ന്യായാസനത്തിലിരുന്നു കൊണ്ട് ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളെ ഈ ന്യായം വിധിക്കും. സത്യത്തിൽ ഒരു ജഡ്ജാകാൻ എത്ര അറിവ് വേണം? അദ്ദേഹം പണ്ട് വക്കീല, ജഡ്ജിമാരെല്ലാം തന്നെ. ഇപ്പം നേരിട്ട് ജുഡീഷ്യൽ അക്കാഡമി പോയി പഠിച്ച് മജിസ്ട്രേറ്റൊക്കെ ആകാം, ജഡ്ജിയൊക്കെ ആകാം. പക്ഷെങ്കിൽ പല ഘട്ടങ്ങളിലും സീനിയർ അഭിഭാഷകർ ടെക്സ്റ്റ് എഴുതി പാസ്സായിട്ടാണ് ഈ മജിസ്ട്രേറ്റോ ജഡ്ജിയോ ഒക്കെ ആകുന്നത്, മുനിസിപ്പൊക്കെ ആയിട്ട് വരുന്നത്. ധാരാളം കേസുകൾ വാദിച്ചറിഞ്ഞ അനുഭവ സമ്പത്ത്, പ്രഗത്ഭനായ ഒരു അഡ്വക്കറ്റിന് മാത്രമേ, നല്ലൊരു നിയമത്തിന് മാത്രമേ അവിടുന്ന് വിധി പറയാൻ പറ്റൂ. കാരണം ആ വിധി എന്താ? വിധി നീതിയുടെ ഗൗരവമാർന്ന നടപ്പിലാക്കലാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് 302 ഇന്ത്യൻ പീനൽ കോഡ്. ഇപ്പോൾ അതിൻ്റെ നമ്പറൊക്കെ മാറി BNS വന്നപ്പോൾ അതങ്ങോട്ട് എഴുതുന്ന, അതനുസരിച്ച് വധശിക്ഷ വിധിക്കുന്ന ഒരു ജഡ്ജിനെ അറിയാമല്ലോ. സെഷൻസ് കോടതിയിലെ ജഡ്ജിനാണ് വധശിക്ഷ വിധിക്കാൻ അധികാരം. കേസ് അവിടെത്തി. അദ്ദേഹം ഈ വധശിക്ഷ വിധിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. നമ്മളൊക്കെ പത്രം വായിച്ചിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ഗോവിന്ദജാമിയെ ഇങ്ങനെ ജീവപര്യന്തമാക്കിയ കഷ്ടം? ഒരു കാര്യം അറിയോ? ഈ വിധിക്കുന്ന ആളൊരു മനുഷ്യനാ. ഇതൊരുത്തൻ്റെ പ്രാണനാണ് ഞാൻ കളയുന്നത്. ഈ കുറ്റബോധം മനസ്സിൽ വന്ന് അങ്കുരിച്ചിട്ടേ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ, അതല്ലെങ്കിൽ ഇയാളെ തൂക്കിലിറ്റുന്ന രാത്രി വിധി പറഞ്ഞ മജിസ്ട്രേറ്റിൻ്റെ ആ ജഡ്ജിൻ്റെ മനസ്സ് നിങ്ങളൊന്ന് വായിച്ചേ. സമ്മർദ്ദമാണ്. ഒരാൾ പറഞ്ഞാൽ മതി, ഭാര്യ എടുത്തൊന്ന് പറഞ്ഞാൽ മതി, ഇന്നവൻ്റെ വിധിയാണ്. എന്നാലും ഒരു മനുഷ്യനല്ലേ, നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ അവനായി ചെയ്തതെന്ന്? ഈ ഒറ്റ വാക്ക് മതി, മനസ്സ് വല്ലാതാകും. അതുകൊണ്ടേ ഇത് എഴുതുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയണ്ടേ? ഈ പേന വിധി എഴുതിക്കഴിഞ്ഞ് അവിടെ വെച്ച് കുത്തി ഒടിക്കും. ഇനി ഇതുകൊണ്ടൊരു വിധി എഴുത്തില്ല. അതവിടുത്തെ ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെയാണ് ഹൈക്കോടതി, സെഷൻസിന് മീതെ ഹൈക്കോടതിയുണ്ട്, അതിൻ്റെ മീതെ സെഷൻസ് സുപ്രീം കോർട്ടുണ്ട്. ഇവിടെ വരെ വധശിക്ഷ വിധിക്കുന്നവൻ്റെ ആ മാനസികാവസ്ഥ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ, ചിലർ വധശിക്ഷ അർഹിക്കുന്നു, അതൊരു സത്യമാണ്.
ഹിറ്റ്ലറെ പോലൊരാളെ പിടിച്ചാൽ, അത്രയും ക്രൂരത കാട്ടിയ മനുഷ്യനെ പിടിച്ചാൽ വധശിക്ഷ കൊടുത്തേ പറ്റൂ. അത് മറ്റൊരു സത്യമാണ്. അപ്പം ഇതിന് വേണ്ടതെന്താ? നിയമത്തെക്കുറിച്ചുള്ള അറിവ്, 2 അനുഭവ സമ്പത്ത്, സത്യസന്ധത, നീതിബോധം. ഇതൊക്കെ ഉള്ള ഉന്നത ബിരുദധാരിക്ക്, കഴിവുറ്റവന്, സമർത്ഥന് കിട്ടുന്ന പണിയാ ഈ ജഡ്ജാകുന്നതെങ്കിൽ 12 ഗോത്രങ്ങൾക്കുള്ളിൽ നിന്ന് ബേസൈദ കടൽക്കരയിൽ മത്സ്യം പെറുക്കിയും മത്സ്യബന്ധന തൊഴിലേർപ്പെട്ടും ആട്ടിടയന്മാരായും ചുങ്കം പിരിച്ചു നടന്ന ഒരു ഒറ്റ സാധുക്കളെ കണ്ടിട്ട് പറയുക, അവരുടെ മീതെ കൂടി നീ എന്ന് എൻ്റെ നാമത്തിൽ ചിലത് ത്യജിച്ചോ, നിനക്ക് ഞാൻ കരുതി വെച്ച പദവി, ഇങ്ങനെ പണ്ട് വിധി പറഞ്ഞ ഈ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുന്ന മഹത്തരമായ ഒരു സിംഹാസനം നിനക്ക് വേണ്ടി ഒരുക്കി, സിംഹാസനസ്ഥനായി ഞാനിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് വിധി പറയുന്ന വലിയ ദൗത്യത്തിലേക്ക് ഞാൻ നിന്നെ വിളിച്ചത്. അതുകൊണ്ട് 100 മടങ്ങ് ഇവിടെ കിട്ടിയ പ്രതിഫലമല്ല, സ്വർഗീയമായ ആ പ്രതിഫലത്തിന്റെ നിത്യതയുടെ അവകാശം ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് യേശു തന്റെ ഉള്ളിലിരിപ്പ് പ്രകടമാക്കാൻ ഒരു ദുർബല ശിഷ്യന്റെ വാക്കിനെ ആധാരമായി എടുത്തെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാനോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയണ്ട. ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് വെളിപ്പെട്ടു വരും. അത് ദുർബലമെന്ന് ലോകം പറയാം, അറിവുകേടെന്ന് ലോകം പറയാം. പക്ഷെ മറഞ്ഞിരിക്കുന്ന മാർമിക സത്യങ്ങളുടെ ചില പൊരുളായിരിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ പ്രാർത്ഥനയുടെ ആ മുഴങ്കാലിരിക്കുന്ന ഘട്ടത്തിൽ തമ്പുരാനോട് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യതയാർന്ന ഒരു ഉത്തരം അവന്റെ പക്കലുണ്ട്. ആ ഉത്തരം കാലത്തെ അതിജീവിക്കുന്നതാ, അത് നിത്യതയോളം നമ്മെ വഴി നടത്തുന്നതാ. മഹത്തരമായ ആ ഉത്തരം അങ്ങോട്ട് കൊടുത്തു. തദനന്തരം നമ്മൾ കണ്ടതെന്താ? പിന്നെയും ആ നിത്യതയെക്കുറിച്ച് തന്നെ കർത്താവ് വർണ്ണിക്കുക. മനോഹരമായ നിത്യത. പക്ഷെ മനുഷ്യൻ ഇന്ന് നിത്യത ആ ഒരു ബോധ്യത്തിലേക്ക് പോകാതെ ഈ 100 മടങ്ങ് കിട്ടുന്ന ഒരു ലോകം കൊണ്ട് ചുരുങ്ങുക. നമ്മളെ എന്തേ ആ നിത്യത ആവേശഭരിതമാക്കുന്നില്ല. നമുക്ക് ആ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയാകണം ക്രിസ്തീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതായിരിക്കണം നമ്മുടെ കരുത്ത്, അതായിരിക്കണം നമ്മുടെ ബലം. പക്ഷെ കാലികമായ സുവിശേഷ ഘോഷണങ്ങളിലൊക്കെ ഇഹലോകവും ഇവിടെ കിട്ടുന്ന 100 മടങ്ങും അതിൽ മാത്രമായി ചിന്തകൾ ഒതുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളൊരു ഭൗതികവാദികളാകുക, ഭൗതിക ലോകത്തിൻ്റെ മാത്രം വക്താക്കളാകുക. പരിണിത ഫലമായി മക്കൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന ചിന്ത വെട്ടിപ്പിടിക്കാനുള്ള ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ എനിക്ക് അവരെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കണം. അല്ലല്ലോ, 1-ാം സ്ഥാനം വരാനിരിക്കുന്ന ആ ലോകത്തിന് കൊടുക്കണം, വരാനിരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ച് പറയണം. അവിടെയാണ് നമ്മുടെ നീതി, അവിടെയാണ് നമ്മുടെ പദവി. അതിൻ്റെ അർത്ഥം ഇഹലോക ജീവിതം നമ്മെ നിരാശഭരിതരാക്കുമെന്നല്ല, നമ്മുടെ മനസ്സ് ഇതൊന്ന് ത്യജിക്കാൻ കാണിക്കുന്ന ആ മനസ്സ്. അതും പക്ഷേ ഉൾക്കൊണ്ട പത്രോസ് അതിലേക്ക് സമർപ്പണം ചെയ്യുന്നൊരു മനുഷ്യനാകുന്ന കാഴ്ച പിന്നെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പിന്മാറ്റം മാറ്റിവെക്കാം, കാരണം അതൊരു പ്രവചന നിവൃത്തിയൊക്കെയാണ്. അതിനെ മാറ്റിവെക്കാം, ഗൗരവമായിട്ടും എടുക്കാം. കാരണം അദ്ദേഹം ചാടിക്കയറി പറഞ്ഞ ചിലതരം സമർപ്പണങ്ങളിലെ അപക്വമായ ചില തീരുമാനങ്ങൾ കർത്താവ് പറഞ്ഞു നീ പറയും. അത് നിറവേറി, അതിനെ മാറ്റിവെക്കാം. മറുവശത്തൊരു കാര്യം, ഈ പത്രോസ് അല്പം കഴിഞ്ഞ് അതിൽ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ ഉന്മൂലനം ചെയ്യുന്ന യഹൂദമത കോടതി, അതല്ലെങ്കിൽ വിചാരണ നടത്തുന്ന ഹെരോദാവിൻ്റെ കോടതി, ഫൈനൽ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന പീലാത്തോസിൻ്റെ കോടതി, ഇവിടെല്ലാം വിധിച്ച് നാമാവശേഷനാക്കി അപഹേളിച്ച് അപഹസിച്ച് ക്രൂശിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരാളെ നിയമം പറയുന്ന ശിക്ഷയെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ചില കുറ്റവാളികളെ പിടിച്ചിട്ട് പോലീസ് എന്തിനാണ് അവരെ ഇങ്ങനെ ഒരു വലയത്തിനുള്ളിലാക്കി കൊണ്ടുവന്നേ? നമ്മൾ കയറി കയ്യേറ്റം ചെയ്താൽ കളിയങ്ങ് മാറും. നിയമമില്ല, അതടുത്ത ക്രിമിനൽ ഒഫൻസാണ്. മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന മനുഷ്യൻ പ്രതിയായിട്ടില്ല, കുറ്റവാളിയായിട്ടില്ല. കാരണം പോലീസ് പറഞ്ഞാൽ കുറ്റവാളിയാവില്ല, ചാനലുകാർ പറഞ്ഞാൽ കുറ്റവാളിയാവില്ല, പത്രം എഴുതിയാൽ കുറ്റവാളിയാവില്ല. കോർട്ട് വിധിക്കും വരെ ആൾ സംശയത്തിൻ്റെ നിഴലിൽ അവന് പറയാനുള്ളതും കോർട്ട് കേൾക്കും. ഇത് ഇവൻ തന്നെയാണെന്ന്
ഉറപ്പിക്കാനാവുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ചില പ്രതികൾ രക്ഷപ്പെടുന്നത്. ഒരു കത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കൈപ്പടമുണ്ടല്ലോ, അത് ഈ നിർദ്ദിഷ്ട ആളിൻ്റെ അല്ല, മാറിപ്പോയെങ്കിൽ ആൾ രക്ഷപ്പെടും. അവൻ വാദിക്കുന്നു, ഇതുവരെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ആ കൈപ്പടം എൻ്റെ അല്ല. വക്കീൽ വാദിക്കുമ്പോൾ രണ്ടും ഒത്തുവരുന്നില്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുവല്ല, ഇവനാ, രക്ഷപ്പെടും, ആളിനെ വെറുതെ വിടും. ഇതാ രാജ്യ നിയമം. അതുകൊണ്ട് അവനെ നമ്മൾ കല്ലെറിയാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അതല്ല. ഒരു കുറ്റവും ചെയ്യാത്തവനെ, പാപമറിയാത്തവനെ ആക്ഷേപിച്ച് തലയിൽ മുൾക്കിരീടം വച്ച് ഒരങ്കി ധരിപ്പിച്ച് മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് പരിഹസിച്ചു കൊണ്ടുവരിക. ഈ പരിഹാസ ശരങ്ങൾ ഏറ്റുവാങ്ങി ഈ അങ്കി ധരിച്ച് തെരുവീതിയിലൂടെ പോകുന്ന ആൾ ആരാണ് നിങ്ങൾക്കറിയണ്ടേ? മിനിറ്റുകൾക്കപ്പുറത്തെ ഒരു ശക്തിപ്രകടനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു കഴുതയുടെ പുറത്തേറി അവിടുന്ന് വരുമ്പോൾ വഴിയോരത്ത് തങ്ങളുടെ പരവതാനികളും തുണികളുമൊക്കെ വിരിച്ചിട്ട് ആ ഒലിമരത്തിൻ്റെ ചില്ലകൾ കയ്യിലെന്തിക്കൊണ്ട് ആളുകൾ ആഹ്ലാദാരവത്തോടെ എതിരേറ്റവനിതാ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജയാളിയായി പണ്ട് നടന്ന വഴിയിലൂടെ ക്രൂശും ചുമന്നുകൊണ്ട് വരുമ്പോൾ അവകാശനായി പീഡിപ്പിക്കപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ പണ്ട് യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്ന് പറയുമ്പോൾ ഈ രാത്രി വചനം കേൾക്കുന്നവരെ നമുക്കും വച്ചിട്ടുണ്ട് ഒരു കുരിശ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യേശുവിനെ അനുഗമിക്കാൻ മനസ്സ് കാട്ടുമ്പോഴാണ് നമ്മുടെ ധൈര്യം വർദ്ധിക്കുന്നത്. ആളുകൾക്ക് ഇന്നേ ഈ കുരിശെടുക്കാൻ മനസ്സില്ല. എനിക്ക് പ്രകീർത്തനങ്ങൾ വേണം, പ്രശംസ വേണം, എനിക്ക് സ്വീകരിക്കപ്പെടണം, എനിക്ക് ഉയർച്ച വേണം, എനിക്ക് പദവികൾ വേണം. എന്നാൽ നമുക്ക് പറയാം, അങ്ങയുടെ ക്രൂശ് എടുക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം. ആ ക്രൂശ് എടുക്കാനുള്ള ധൈര്യമാണ് ക്രിസ്തീയത ഇന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ അവരിലൂടെയാണ് വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഉണർവിൻ്റെ നിർവൃതി ദൈവം ഒതുക്കി വച്ചിരിക്കുന്നത്. ആ ക്രൂശാകണം പ്രസംഗിക്കുന്നവൻ്റെ, പാടുന്നവൻ്റെ, ആരാധിക്കുന്നവൻ്റെ പ്രശംസ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ല, ജപിക്കുന്ന പ്രതിഫലത്തിൻ്റെ അല്ല, പ്രതിമാസ ശമ്പളത്തിൻ്റെ കരുത്തല്ല. ആ ക്രൂശ് ചുമന്ന മഹിമയായിരിക്കണം ഭക്തനെ മുന്നോട്ട് വിടുന്ന ആ പ്രചോദനത്തിൽ അധിഷ്ഠിതമായ ഒരു ജഗത്തിൻ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഇവിടെ ഒരു കാഴ്ച കാണാം. ഞാൻ ചില പ്രശ്നങ്ങളിൽ ഊന്നി പറയുന്നൊരു ഭാഗം, വിശേഷിച്ച് ഒന്നാമത്തെ രാത്രിയാണെങ്കിൽ ഈ പരിഹസിക്കുന്ന യേശു വരേണ്ടതായിരുന്നു. അവനെപ്പോഴും സാക്ഷ്യം പറഞ്ഞ് നടക്കുക, പോസ്റ്ററൊക്കെ അടിച്ച് എങ്ങാണ്ടെല്ലാം പോയേക്കുക യേശുവിനെ സാക്ഷിക്കാൻ. ക്രൂശിക്കുമ്പോൾ അടുത്തില്ല. അവനെപ്പോഴും ഇത് ബിസിനസ്സാക്കി കളഞ്ഞ് പറഞ്ഞ് അവൻ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞ് ആ വഴി പോവാണ്. ചോദിച്ചാൽ പറയും, എനിക്ക് ക്രൂശ് മരണത്തിൻ്റെ ഒന്ന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അടൂർ മീറ്റിംഗ് ആയിരുന്നു, അവർ കാത്തിരിക്കും. മനസ്സില്ലാഞ്ഞിട്ടല്ല, പോയി അവൻ ആ വഴി പോയി. ഇവിടെ കുഷ്ഠരോഗിയുണ്ടല്ലോ, വേണ്ട കാവർന്ന ഭൂമിയിൽ എത്ര ആയിരക്കണക്കിന് മനുഷ്യർ, ഒരാളെങ്കിലും ഈ പരിസരത്തുണ്ടോ ഒരു നല്ല വാക്ക് പറയാൻ? ഒരാളുമില്ല. 70 ശിഷ്യന്മാരുണ്ടല്ലോ, ആരുണ്ടോ അവിടെ? അതിൽ തിരഞ്ഞെടുത്ത 12 പേരില്ലേ? യൂദ പോട്ടെ, ഒരു പാവം മനുഷ്യനുണ്ടേ, യോഹന്നാൻ, ഒരു കൊച്ചുകുട്ടിയാണ്, പാവം, ധൈര്യം കൊണ്ടൊന്നും വന്നല്ല. അവനെ ഒരു സങ്കടമോ ഒരു വൈകാരികത. അവൻ നോക്കുമ്പോൾ അവനോ ചാരിയിരുന്ന നെഞ്ചിനാ ഈ അടിയെല്ലാം കൂടെ അടിക്കുന്നത്. അടുത്ത കാലത്ത് വളരെ വൈകാരികതയുടെ ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ഒരു സ്നേഹിതൻ പെട്ടെന്ന് മരിച്ചുപോയി. എൻ്റെ വൈഫിനൊക്കെ അറിയാം, ഒത്തിരി സ്നേഹിക്കുന്നൊരു മനുഷ്യൻ, ഒരു സ്കൂൾ മാഷായിരുന്നു, കഷ്ടതയിലൊക്കെ ഒപ്പം തന്ന മനുഷ്യൻ. ആൾ മരിച്ചു. ഞാൻ തന്നെ അടക്കണം. അവിടെ ചെന്ന് ഈ കയ്യിലെ കാലിലൊക്കെ കെട്ടഴിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, ഞാനറിയാതെ ഈ കെട്ടഴിക്കാൻ അങ്ങ് തയ്യാറായി. അപ്പോൾ ആ കയ്യിലെ കെട്ടഴിക്കുമ്പോൾ എനിക്കൊത്തിരി നന്മ ചെയ്തൊരു മനുഷ്യൻ്റെ കൈ നിർജീവമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് വല്ലാതെ വേദനിപ്പിച്ചു. ഞാനന്ന് പിറ്റേന്ന് യോഗത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. ചിലതരം ഓർമ്മകൾ നമ്മളെ അങ്ങനെ കൊണ്ടെത്തിക്കും. ചില അപ്പച്ചന്മാർ മരിക്കുമ്പോൾ 100 വയസ്സ് 90 വയസ്സുള്ള ആൾ മരിക്കുമ്പോൾ ഫോട്ടോ വരുമ്പോൾ കുട്ടികൾ സെഞ്ചുറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. പക്ഷെ ആ വീട്ടിലെ മക്കളുടെ അവസ്ഥ അറിയോ? ആ വിരലിലേക്ക് നോക്കുമ്പോൾ ആ കത്തി പിടിച്ച് റബ്ബർ വെട്ടി, ആ കൈ കൊണ്ട് അധ്വാനിച്ച് വാഴക്കൊല വെട്ടി, ചെളി ഉരണ്ട ആ കാലുകൊണ്ട് നടന്ന് എന്നെ അന്നമൂട്ടി അപ്പൻ്റെ കിടപ്പ അമ്മയുടെ മനസ്സിൽ ഓടി വരുന്നത് അല്ലേ? കണ്ടു നിൽക്കുന്നതിന് പരിഹാസം. ഈ മനുഷ്യനാരാ? നസ്രായൻ ചങ്ക് വിളരുന്ന അടിയിട്ട് നിൽക്കുമ്പോൾ
പലർക്കും വരാൻ വയ്യ. യോഹന്നാൻ അടുത്ത് നിൽക്കാൻ കാരണം ഒരു കൊച്ചുകുട്ടിയായപ്പോൾ കൂടെ കൂടിയതാ. അപ്പനായ സെബദിയെ വിട്ട് വലയും പടകം വിട്ട് കൂടിയപ്പോൾ എൻ്റെ ആശ്വാസം നിൻ്റെ മാറിടമായിരുന്നു. ഉഴവുചാൽ പോലെ കീറുമാറ് അടിച്ചു വല്ലാതാക്കി ആ ശരീരം കൊണ്ടുപോകുമ്പോൾ കരയാൻ പ്രാണിയില്ല. പക്ഷെ ഞാൻ ഒപ്പം വരും. എവിടെ വരെ നീ പോകും? ഒപ്പം വരെ, മരണം വരെ നിൻ്റെ കൂടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് പറയാം? എൻ്റെ മരണം വരെ എന്ന് തിരുത്താം. നിൻ്റെ കൂടെയുള്ളവരൊക്കെ ഇട്ടിട്ട് പോകട്ടെ. പത്രോസ് എവിടെയെന്ന് ഞാൻ ചോദിക്കണില്ല, അന്ത്രയോസ് എവിടെയെന്ന് ചോദിക്കുന്നില്ല. ബട്ട് ഞാൻ നിൻ്റെ കൂടെ വരും, നിൻ്റെ കൂടെ. ആ കൂടെ വരുമ്പോഴാണ് മറ്റൊരു കാഴ്ച. ദുർബലരായ കുറേ സ്ത്രീകളൊപ്പം ഉണ്ട്. അവർ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരല്ല. നമ്മൾ പലപ്പോഴും ഈ പ്രസംഗത്തിലെല്ലാം ശവ പൊളിക്കുന്നതൊക്കെ സ്ത്രീകളാണെന്നാണ് പറയുന്നത്. ഇന്ന് വരെ ഒരു സ്ത്രീ കൗൺസിലംഗമാകാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? സെക്രട്ടറി ആകാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളെ ചുമ്മാ പറയുന്ന സ്ത്രീകളാണോ സഭയെല്ലാം പൊളിച്ചത്? നമ്മളൊക്കെ കൂടി ചെയ്ത പണിയാണ്. എന്നിട്ട് പറഞ്ഞു തരാം അമ്മാമ്മ പൊളിച്ചാന്ന്. സ്ത്രീകളാണെന്ന് പറഞ്ഞാൽ അങ്ങ് ഉപദ്രവിക്കല്ല. സ്ത്രീകളുടെ മഹത്വം എന്താ? ഇവരെ ശിഷ്യഗണങ്ങളുടെ കൂടെ ഒന്നുമില്ല. ഇവർ ഈ വചനമൊന്നും ഇങ്ങനെ കേട്ട് അങ്ങനെ ചാർജ് ചെയ്യപ്പെട്ടവരല്ല. ക്രൂശിൽ പക്ഷെ അവരൊരത്ഭുതം ദർശിച്ചു. അടിച്ച് തരിപ്പണമാക്കി തകർത്ത് കൊണ്ടിട്ടിട്ടും മരണത്തിൻ്റെ മുമ്പിൽ ലവലേശം കൂസാതെ നെഞ്ചുറപ്പോടെ കിടക്കുന്ന ഒരുത്തനെ കണ്ടു. ഇതാ യഥാർത്ഥ പൗരുഷം, ഇതാ കാന്തൻ്റെ ലക്ഷണം. അതൊന്ന് തിരുത്തണം. നമ്മൾ ഈ കലണ്ടറിൽ കണ്ട ആശാനല്ല കിടക്കുന്നത്. മനസ്സിലായോ? കലണ്ടറിൽ കണ്ട പുള്ളിയല്ല, ക്ഷമിക്കണം. പിണങ്ങി പറഞ്ഞല്ല. കലണ്ടറിൽ വരച്ച ക്രിസ്തുവിന് ബൈബിളിലെ ക്രിസ്തുവാകാൻ കഴിയില്ല. ഒരുത്തൻ്റെയും ക്യാൻവാസിന് വഴങ്ങാത്ത മുഖം അത്, ഒരുത്തൻ്റെയും പെയിൻറ്റിന് വഴങ്ങാത്ത വ്യക്തിത്വം അത്, ഒരു കലാകാരനും സ്വാംശീകരിച്ചെടുക്കാൻ കഴിയാത്ത, ഒരു തലച്ചോറിൽ ഒതുങ്ങാത്ത അതുല്യ വൈഭവൻ. കാരണം അവിടെ എഴുതി വച്ചിരിക്കുക, അവൻ മരണം ആസ്വദിച്ചു. ധൈര്യം ഉണ്ടേ മരണം ആസ്വദിക്കുന്നവനെന്ന് വരയ്ക്ക്. നിങ്ങൾ വരച്ച എല്ലാ സഹതാപത്തോടെ കിടക്കുന്നവനെയാ, വിഷമിച്ച് കിടക്കുന്നവനെയാ. ഇവിടെ വിഷമമൊന്നുമില്ലെന്ന്. ദൈവകൃപയാൽ അനേകർക്ക് വേണ്ടി മരണം ആസ്വദിച്ച് ക്രൂശിൽ കിടക്കുന്ന നസ്രായകനായ യേശു ഈ ദർശനം കിട്ടിയതേ, നേരിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ചതേ ഒരുപറ്റ സ്ത്രീകൾക്കാ. അവരതിങ്ങനെ കണ്ടു കിടക്കുമ്പോൾ, കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത് യോഹന്നാനും ഉണ്ട് ആ കാഴ്ച കാണാൻ. ആട്ടെ, ശക്തിപ്രകടനത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളാണോ? അപ്പം തിന്നാൻ വന്ന 5000 പേരാണോ? കടലിൻ മീതെ നടക്കുന്ന കണ്ടപ്പോൾ ആരവം കുട്ടിയ ആയിരങ്ങളാണോ? ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നവരാണോ യേശുവിൻ്റെ യഥാർത്ഥ അനുഗാമികൾ? ക്രൂശിൻ്റെ ചുവട്ടിൽ അവിടെ നിൽക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നമുക്കതാ വേണ്ടെന്ന്, ആ മഹത്വമാണ് വേണ്ടെന്ന്. വാങ്ങി ഭക്ഷിച്ച അപ്പത്തിൻ്റെ കരത്തിനേക്കാൾ വലുതാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ നിന്നക്കൊപ്പം ഒന്ന് ചേരാൻ പറ്റി. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? എനിക്കെന്ത് കിട്ടി? നമ്മളിന്ന് രാത്രി യോഗത്തിന് വന്നോ? എനിക്കെന്ത് കിട്ടി എന്നുള്ളതെന്ന് വിടാം. എനിക്കെന്ത് നിനക്കായി ചെയ്യാൻ പറ്റി? ഇവിടെ വരെ വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? പലപ്പോഴും ഞാനിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താ? എനിക്കൊരു കസേര കിട്ടിയോ, വെള്ളം കിട്ടിയോ, സ്വീകരിച്ചതൊത്തോ, എനിക്ക് എന്ത് കിട്ടി? എന്നെ ഇവിടെ കൊണ്ടിരുത്തി എനിക്കൊരു അവസരം തന്നോ? 100 ചോദ്യങ്ങളിരിക്കുമ്പോൾ ഞാനിവിടെ വന്നതേ, നിങ്ങളിവിടെ വന്നതേ ഹൃദയത്തിൽ പറയണം അതിനല്ല. എനിക്ക് യേശുവിന് വേണ്ടി ഒരു കസേര നേരിടാൻ പറ്റിയെങ്കിൽ, ഒരാളെ കൂടി പുതുതായി വിരിച്ചുകൊണ്ട് വരാൻ പറ്റിയെങ്കിൽ, എനിക്കൊന്ന് ഇവരെ നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ത്യാഗം സഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, അത് അടയാളപ്പെടുത്തിയിട്ട് കർത്താവ് പറയാ, എൻ്റെ നാമത്തിലെ നിങ്ങൾ ഈ ഭൂമിയിൽ ത്യജിച്ചതൊക്കെ 100 ഇരട്ടി തരുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി നിത്യതയുടെ ഒരു മനോഹര കാലം ഒരുക്കി വെച്ചിട്ട് അവിടെയും പ്രതിഫലം യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന വാഗ്ദത്തത്തിന്റെ പേരാ സുവിശേഷം. ആ സുവിശേഷത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാ, സുവിശേഷം കേവലമായ വ്യർത്ഥതയുടെ വാക്കല്ല, അത് ഭൂമിയിൽ ചിലതിനെ വെട്ടിപ്പിടിക്കുന്ന ഒന്ന് മാത്രമല്ല, മറിച്ച് നിത്യതയെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആ വലിയ പ്രവൃത്തിയാ. അതുകൊണ്ട് ഹൃദയം തുറക്കട്ടെ. ദൈവത്തിനായി പ്രവർത്തിക്കാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം. സ്തോത്രം. പലപ്പോഴും ആളുകൾ കാത്തിരിക്കുന്ന, പ്രതീക്ഷിച്ചിരിക്കുന്നൊരു കാര്യമാണ് ഉണർവ്. യോഗങ്ങളിൽ ഉണർവ് വേണം. അങ്ങനെയാണ്
ഞങ്ങളൊന്നും ഉണർവ് പ്രസംഗരല്ല, അങ്ങനെ എന്നെ ആരെയും പരിചയപ്പെടുത്തിയും കണ്ടിട്ടില്ല. ഞാനതിനൊരു കാരണം പറയാറുണ്ട്. പ്രസംഗിച്ച് തുടങ്ങിയ നാൾ മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ സ്വന്തം നിലയിൽ ആരെ ഉണർത്താനായിട്ട് ഒരു കൃത്രിമവും കാണിക്കില്ല. ആളുകൾ ഉണരട്ടെന്നോർത്ത് സൗണ്ടൊക്കെ മാറ്റി അല്ലേ, അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ട് പറ്റുന്നുമില്ല. തന്നെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് പരിശീലിച്ച് നോക്കിയിട്ട് പറ്റുന്നുമില്ല. കാരണം ചിലർ ഈ സൗണ്ടൊക്കെ ഒന്ന് മാറ്റി ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ഒരു സൗണ്ടൊക്കെ വെച്ച് ഇതെന്തിനാ അങ്ങനെ അന്നേരം വെക്കുന്ന എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. ഒക്കെ പോട്ടെ. അപ്പോൾ ഈ പാട്ട് പാടുന്നവരും ഞാൻ ഈ പാടുന്നവരോട് പറയാറുണ്ട്, ഞാനൊരു കൺവെൻഷൻ നടത്തി അടുത്ത കാലത്ത്. എന്നിട്ട് ഞാൻ പാട്ടുകാരോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ 3 പേരെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിക്കണ്ട, ആ നേരം കൂടെ ഒരു പാട്ടങ്ങ് പാടും. ഇവിടെ വിളി അതിനാണ്, അങ്ങനെയല്ലേ? ഇവിടെ വിളി അതിനാണ്. അതിന് ചില പുള്ളികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രസംഗമല്ല ഒരു പ്രത്യേക പരിപാടി, ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. വലിയ ബന്ധനങ്ങളെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ചില ട്യൂമറുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചില ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം വലിയ പ്രവൃത്തി ആ അറ്റം മുതൽ ഈ അറ്റം വരെ. ഇതന്നെ ഈ വള്ളം കളിക്കാരനും പറയുന്നത്. കമൻട്രിയെ പായ്പാട് ചുണ്ടൻ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ ദേവറസിനെ പിന്തള്ളി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 4 കെട്ടുവള്ളങ്ങൾ ഒന്നൊന്നിനെ പിന്തള്ളി ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ. അവൻ പറയുന്ന ഒരേ കാര്യമാണ്. എന്തൊരു കാര്യമുള്ളത് ആ പറയുന്നവർക്കൂടെ സമാനതയുള്ളത്, അവൻ ഇന്ന് വരെ വള്ളത്തിൽ കയറിയിട്ടുമില്ല, വെള്ളത്തിൽ ഇറങ്ങിയിട്ടുമില്ല. അങ്ങനെ ആകാശവാണി പണ്ട് നമ്മൾ കേട്ടോണ്ടിരുന്നേ. അവൻ വെള്ളത്തിൽ കയറിയിട്ടില്ല, അവൻ കുട്ടനാടുമായിട്ട് ഒരു ബന്ധവുമില്ല. അവൻ ഈ കളി കണ്ടിട്ട് വിളിച്ചു പറയുക, വെള്ളത്തിൽ ഇറങ്ങാതായി പറയുന്നു. അപ്പോൾ ഇതാരാധിച്ചോ ബന്ധനം കഴിഞ്ഞോ അതൊക്കെ നടക്കട്ടെ. നമുക്ക് വേറൊരു പണിയുണ്ട്, എല്ലാവരും ഉണരണം. നമ്മളെല്ലാം ഉണർന്നാൽ പറ്റും, നമ്മൾ ശരിയാകണമെന്നേ. ആ ഉണരാത്തതിൻ്റെ കാരണം നമ്മളിൽ എവിടേക്കോ കിടപ്പുണ്ടെന്നാണ്. പ്രസംഗിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഉണർവിന് വിഘാതം വരുന്ന ഘടകങ്ങളെ മുഴുവൻ ഒന്ന് ശുദ്ധി ചെയ്ത് തയ്യാറെടുത്ത് ഈ ക്രൂശ് ചുമക്കാൻ ഒരു വ്യഗ്രത കാണിച്ചേ ഉണർവ് എന്താണെന്ന് ഞാൻ പറയാം. ഉണർവ് ബാഹ്യതലങ്ങളിൽ പ്രകടമാക്കുന്ന ആവേശമല്ല. ആവേശമൊക്കെ വേണമെന്നേ, നമ്മൾ ജീവനുള്ളവർ അതൊക്കെ വേണം അല്ലേ? എന്നാൽ ഉണർവിനൊരു മറ്റൊരു വസ്തുതയുണ്ട്, അതും ക്രൂശിലേക്ക് വന്ന് ഞാൻ നിർത്താം. ഈ ക്രൂശിക്കാൻ ഉത്തരവിട്ടാൽ നിർദ്ദിഷ്ട സമയത്ത് ക്രൂശീകരണം നടത്തണം, അത് നിയമമാണ്. അവിടെ പറയാം, ഇപ്പോൾ തൊട്ടടുത്ത് അടൂർ കോടതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടൂരുള്ള CJM കോടതിയിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷയും പീലാത്തോസിൻ്റെ കോടതിയിൽ ഉപയോഗിച്ച ഭാഷയും ഒന്നാണ്. റോമൻ അല്ലെ ലാറ്റിനാണ്, അറിയാമല്ലോ. ലത്തീനാണ് അവിടുത്തെ ലാംഗ്വേജ്, ഇവിടുത്തെ ലോകത്ത് കോടതിയിലെല്ലാം ഭാഷ ലാറ്റിനാണ്. ചില പ്രധാന വേർഡുകൾ കേട്ടോ, നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വാദിക്കാം. അപ്പോൾ ഹേബിയസ് കോർപ്പസ്, ജുഡീഷ്യറി, ഇതെല്ലാം ലാറ്റിൻ വേർഡുകളാണ് റോമക്കാരുടെ. കോടതി അത്ര സ്ട്രിക്റ്റാണെന്നും. കോടതിയിൽ ചെന്നാൽ ഇങ്ങനെ തുലാസം പിടിച്ച് കണ്ണും കെട്ടിയൊരു കക്ഷി ഇരിപ്പുണ്ടല്ലേ, താഴെ വായിക്കാൻ കാണും ഓതി ആർട്ടം പാർട്ടം. അർത്ഥം, ദ കോർട്ട് ഷുഡ് ബി ഒഡിബിൾ ടു ബോത്ത് സൈഡ്. ഒഡിബിളായിരിക്കണം, ഓടി ആർട്ടം പാർട്ടം. വാദി പറയുന്നതും പ്രതി പറയുന്നതും കേൾക്കണമെന്ന്. മനസ്സിലായില്ലേ? അവിടെ നമ്മുടെ ലീഡർമാർക്ക് പറ്റുന്ന ആദ്യം ചെന്ന് പറയുന്നത് കേട്ട് അവർ വിധി അങ്ങ് പറയും അല്ലേ? അങ്ങനെ ചെയ്യരുത്. ആദ്യം പറയുന്ന കേട്ട് തീരുമാനം എടുക്കല്ലേ, പിന്നെന്താ? യു ഷുഡ് ബി ഒഡിബിൾ ടു ബോത്ത് സൈഡ്. പറഞ്ഞാട്ടെ, കേൾക്കണം, നിങ്ങൾ പറഞ്ഞാട്ടെ. ഇത് പറയുമ്പോൾ ഈ വാരി വലിച്ചൊക്കെ നമ്മുടെ സാക്ഷി പോലെ പറഞ്ഞാൽ പ്രശ്നമാണ്. കടമ്പനാടിൻ്റേതായിട്ടുള്ളതായ പ്രാന്തപ്രദേശത്തുനിന്ന് അടൂരിൻ്റേതായിരിക്കുന്നതായിട്ടുള്ള ഇടത്തേക്ക് ഞാൻ വരുവാൻ തക്ക ഇടയായി തീർന്നപ്പോഴാണ് ഈ വാഹനം ഇടിക്കുന്നത് കാണുവാൻ തക്ക ഇടയായി തീർന്നുകൊണ്ടിരുന്നതായിട്ടുള്ളതായ കോടതി പറഞ്ഞാൽ കളി മാറും. അതിന് കോർട്ടിൻ്റെ ഭാഷ അറിയാവുന്ന ഒരാളവിടെ നിൽപ്പുണ്ട്, അഡ്വക്കേറ്റ്. നിങ്ങൾ അയാളുടെ കാര്യം പറഞ്ഞിട്ട് വക്കാലത്ത് ഒപ്പിടണം. അപ്പോൾ നിങ്ങളെ വിളിക്കും ക്ലൈൻറ്റ്, എൻ്റെ കക്ഷിക്ക് വേണ്ടി ഞാൻ നീക്കുക. ശരി പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങോട്ട് പറയും, അത് കേട്ടാണ്. അപ്പോൾ നിയമം കർശനമാണ്, സമയത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കണം.
വധശിക്ഷയുടെ സമയത്ത് നടപ്പിലാക്കണമെന്ന്. ഇതിൽ ഉദ്യോഗസ്ഥൻ്റെ പണി പോകുന്നു. റോമ അതുകൊണ്ടോ ഒരുത്തൻ ചാകാൻ തുടങ്ങിയണ്ടോ? പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പം കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം ഇളകിയപ്പോൾ അയാൾ ജയിലർ ചാകാൻ തുടങ്ങിയണ്ടോ? കാരണം ഇയാൾക്ക് ശിക്ഷ വരും, നാണക്കേടാവും. നമ്മുടെ നാട് പോലൊന്നും അല്ലാതെ സ്ട്രിക്റ്റാണ് രാജ്യം. അതാ ഇരുമ്പ് വല്ലുകൊണ്ട് കടിച്ചു കീറുന്നൊരു മൃഗമായി റോമിനെ വിശേഷിപ്പിക്കാൻ കാരണം അകത്തും പുറത്തും ഒരുപോലെ ഇടപെടുന്ന ഇരുവായ്ത്തല മൂർച്ചയേറിയ വാള് പോലെ ഇടപെടുന്ന റോമിൻ്റെ കാർക്കശ്യത എത്ര വലുതാ. അപ്പോഴാണ് യേശുവിനെ ക്രൂശിക്കാൻ ഉത്തരവ്. ക്രൂശ് ചുമക്കണം. ഈ ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ടീ ആകൃതിയിലെ സാധനം അതുപോലെ കൊണ്ടുപോകല്ല. ഈ വിലങ്ങൻ തടി മാത്രം ചുമന്നാൽ മതി, മറ്റേ തടി അവിടെ എത്തിക്കും. അതൊക്കെയാണ് നിയമം. എന്നാൽ അത് ഈ തടി പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചതുരമൊന്നും അല്ല, അത് ആശാരി പണിത സാധനമൊന്നുമല്ല, ഉരുളൻ തടിയാണ്. ആ തടിയുടെ പേര് തന്നെയാണ് എന്താ പറയുക, ദണ്ഡനസ്തംഭം എന്ന പേര്. ഈ ദണ്ഡനസ്തംഭം തോളി വെക്കണം. അത് കയറുകൊണ്ട് കെട്ടുകയാണ്. ഈ 2 കയറ് വഴിച്ച് അവിടെ കൊണ്ടില്ലുമ്പോൾ ഈ കുരിശു രൂപം കെട്ടിയാക്കുകയാണ്. എന്നിട്ട് ആണിയടിക്കുന്നവിടെ കൈത്തണ്ടയില്ല, ഇവിടെ ഇങ്ങനെ മനസ്സിലായില്ല. കാരണം ഞരമ്പ് കെട്ടുകൾ വന്ന് കൂടുന്ന സ്ഥലമാണ് ഇത്. ഇവിടേക്കാണ് ഈ ആണി അടിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ആണിയാണ്. ചതുര വടിയുള്ള ആണി, അഗ്രം നല്ല മുനയാണ്. വെറുതെ അടിക്കല്ല. 3 ആരാച്ചാർമാർ ഇങ്ങനെ ആണി കയ്യിൽ പിടിച്ചുകൊണ്ട് കുറ്റപത്രം വായിച്ച് കൽപ്പിച്ചാൽ ഉടൻ റോമാ ഗവൺമെൻറ്റിന് കീജൈ വിളിച്ചും എന്നിട്ട് ഇതങ്ങോട്ട് കുത്തി ഇറക്കുകയാണ്. ആദ്യം കുത്തി ഇറക്കിയ അനന്തരം പരമാവധി ചോരയും പൊടിഞ്ഞു, ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നു എന്ന് ഏകദേശം ഉറപ്പായാൽ 3 ആളുകൾ സിഗ്നൽ കൊടുത്തിട്ട് ഈ ആണി ഒന്ന് തിരിക്കും. ചതുര വടിവ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോര വരില്ല, സ്തംഭിച്ചു പോവും. ഞരമ്പ് കെട്ടുകൾ സ്തംഭിച്ച് ശുദ്ധരക്തവും അശുദ്ധരക്തമൊക്കെ വേർതിരിക്കുന്ന നമ്മുടെ ഹാർട്ടിൻ്റെ പണിയെല്ലാം സ്തംഭിക്കും, ഇങ്ങനെ കിടക്കും. പക്ഷെ ഒരു പ്രശ്നം, ചിലപ്പോൾ മരണം കിട്ടൂല, അബോധാവസ്ഥയിലാകും, കോമാ സ്റ്റേജിൽ. 7 ദിവസം വരെ ഇങ്ങനെ ക്രൂശി കിടന്നവൻ്റെ ചരിത്രം ക്രിസ്തുവല്ല, സ്ട്രാബോ എഴുതുന്നുണ്ട്. എത്ര മാരക മരണമാണ്. അങ്ങോട്ട് കൊണ്ടുപോകുക കർത്താവിനെ. സമയത്ത് ഇത് ചെയ്തില്ലേ പണി കിട്ടും. ഈ ശിക്ഷ നടപ്പിലാക്കുന്നവൻ ആകെ ഭയന്നു. കാരണമുണ്ട്. റോമിലൊരു നിയമമുണ്ട്, ഒരു ധാരണ, നിയമമല്ല, ഒരു അന്ധവിശ്വാസമുണ്ട്. ഇങ്ങനെ ശിക്ഷിക്കാൻ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ഈ ക്രൂശി തൊടത്തില്ല. തൊട്ടാൽ നമ്മുടെ കുടുംബത്തേക്ക് ശാപം വരുമെന്ന, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു മരണം നടക്കും. നമ്മൾ അറിയാതെ പോലും തൊട്ടാൽ ശാപം. നിങ്ങൾ ആലോചിച്ചാൽ, അതുകൊണ്ട് ഈ ക്രൂശും ചുമന്ന് യേശു വരുമ്പോൾ ആളുകൾ ഇങ്ങനെ മാറുക, അറച്ചറച്ച് മാറുക. എന്നാൽ പോകാതിരിക്കേണ്ടേ അതുമില്ല. മാറി 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 നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ വേച്ച് വിറച്ച് വീഴുന്ന കർത്താവിനെ കണ്ട് ഒരു സൈനികന് മനസ്സിലായി, ഈ സമയത്ത് ഇല്ല. ആർക്കെങ്കിലും സഹായിക്കാമോ? സാർ പറ്റുകയില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ശാപം വന്ന് കയറണ്ട. മാറി മാറിപ്പോയപ്പോൾ വയലിപ്പണിയെടുത്ത കുറേന്യക്കാരൻ ശിമോൻ അതിൽ വരുന്നു. അവനോട് പറഞ്ഞു വാ. അപ്പോൾ അവൻ ആകപ്പാടെ നോക്കി. അവനും അറിയാം ഇത് 2 കുഞ്ഞുങ്ങളുണ്ട്, അലക്സാണ്ടറും രൂപോസും. വിഷമിച്ചു. അവിടെ കിടക്കുന്ന അവനെ വളരെ നിർബന്ധിച്ചെന്നവർ. എടുക്ക്, നിന്നോടാ പറഞ്ഞെടുക്കാൻ. അവൻ എടുക്കേണ്ട കാര്യമില്ല, കാരണം അവൻ അടിമയാണെങ്കിലും ഇവരുടെ അടിമയല്ല, അവൻ്റെ ഒരു മുതലാളിയുണ്ട്, അയാൾ പറഞ്ഞ കേട്ടാൽ മതി. ഇവർ പറഞ്ഞ കേൾക്കണ്ട, എൻ്റെ മുതൽ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി. അവൻ പറയുന്നുണ്ടേ, എനിക്കൊരു യജമാനനുണ്ട്, നിങ്ങൾ നിർബന്ധിക്കാതെ. റോമിൽ അതും തെറ്റാ, നിയമവിരുദ്ധമാണ്. അതിന് റോമിൽ നിയമമുണ്ട് ഒത്തിരി, റോമൻ ലോ വളരെ സ്ട്രിക്റ്റാ. പക്ഷെ അവന് ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഈ യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പുഞ്ചിരി, മന്ദഹാസം, ധൈര്യം, ക്ഷമ, ഈ ഭാവങ്ങൾ ശക്തിയോടെ സ്ഫുരിക്കുന്ന ഒരുവനെ, എത്ര അടി കിട്ടിയിട്ടും പ്രതിഷേധമില്ലാത്ത ഒരുവനെ, പുഞ്ചിരിക്കുന്നവനെ കണ്ടൊന്ന് അമ്പരന്നു. ആകാംക്ഷ കൊണ്ടൊന്ന് പരിചയപ്പെടാൻ നോക്കിയപ്പോൾ ഈ ക്രൂശിൽ തറയ്ക്കാൻ വേണ്ടി ഒരു ബോർഡും കൈപ്പിടിച്ചൊരുത്തം നിപ്പോണ്ട് ഒരു പടയാളി നോക്കിയപ്പോൾ ഈസൂസ് നാസറിൻ റെക്സ് യുഡായിയോറം, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. അവനെ നമ്പരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു കാണും, ഗുരു, ഒത്തിരി കേട്ടിട്ടുണ്ട് ഗുരു നിന്നെപ്പറ്റി. അങ്ങേ ഒരു ദിവസം വന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങ് കടലിൻ മീതെ നടന്നതും അത്ഭുതം പ്രവർത്തിച്ചതും ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങേ അടിച്ചു പരുവപ്പെടുത്തി അപഹസിച്ച് ഇതുവഴി കൊണ്ടുപോകുമ്പോൾ ഈ ക്രൂശ് ചുമക്കാൻ എന്നെ നിർബന്ധിച്ചപ്പോൾ
ഞാൻ ശാപമൊന്നും നോക്കുന്നില്ല. അങ്ങേക്ക് ചെയ്യാവുന്ന ഒരു പിടി സഹായം, ഈ ചുമലങ്ങ് വിട്ടുതരിക. ആരുണ്ട് ഇന്ന് രാത്രി അതിന്? ആ സമർപ്പണത്തിൽ ആ ഉണർവുണ്ടാകുന്നേ. അപ്പം തിന്നാനുള്ള വ്യഗ്രതയല്ലേ, രോഗസൗഖ്യം കിട്ടണമെന്ന ആഗ്രഹത്തിലല്ലേ ഉണർവിരിക്കുന്നേ. ചുമലേശുവിന് വിട്ടുകൊടുക്കണം. ഞാൻ റെഡി, ഈ ചുമല് ഞാൻ വിട്ടുതരാം. ചോര പറ്റിയ പരുക്കൻ മരക്കുരിശെടുത്ത് തോളിലേക്ക് വെക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ടേ, അയ്യോ അതാ ശിമോനല്ലേ, അവൻ മക്കളെ ഓർക്കണ്ടായിരുന്നു, അവരിൽ ഒരാൾ മരിച്ചു പോവില്ലേ, ശാപം വരില്ലേ. അവനതൊന്നും വിഷയമല്ല. 1-2 ചുവട്ടടി നടക്കുമ്പോഴേക്കും വേച്ച് പിറച്ചു പോകുന്ന അവൻ്റെ അരിയിലേക്ക് യേശു ചെന്നു. അതിങ്ങി വാങ്ങി. സത്യത്തിൽ അവനെക്കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായില്ലെങ്കിലും ഈ വേദനയുടെ പങ്കുവയ്ക്കൽ ഒരു വലിയ അനുഭവമാണ്. ദൈവത്തിൻ്റെ ഹൃദയം പങ്കുവയ്ക്കാൻ ഇന്നവൻ നമ്മളുമായിട്ട് ആഗ്രഹിക്കുന്നു. ആ സന്ദേശം കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ ദൂതഗണങ്ങൾ ഈ കാഴ്ച കണ്ട് നോക്കിയിരിക്കുക. ദൈവപിതാവും പരിശുദ്ധാത്മാവും സന്നിഹിതരാ ഈ കാഴ്ച. ഈ തോള് വെച്ച് കൊടുത്തവൻ്റെ അന്തസ്സില്ല. അപ്പം വാങ്ങി ഭക്ഷിച്ചു പോയവനെ, കണ്ണ് കണ്ടിട്ട് നൃത്തം ചെയ്യുന്നവനെ, കുഷ്ഠരോഗം മാറിയവനെ, ഇവന് മാത്രം ഒരു സാക്ഷ്യമുണ്ടേ, എനിക്കെന്തെങ്കിലും കിട്ടുന്നതിലല്ല. ഈ ചുമല് യേശുവിനൊന്ന് വിട്ടുകൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ ഈ ചങ്കുറപ്പിന്റെ പേരാ ക്രിസ്തീയ ജീവിതം, ഈ സമർപ്പണത്തിന്റെ പേരാ, ഈ കരുത്തിന്റെ പേരാ ക്രിസ്തീയ ജീവിതം. യേശു തിരയുന്നു ഇന്ന് രാത്രി അത്തരം ചില സമർപ്പിതരെ. ഈ ചുമൽ വിട്ടുകൊടുക്കാൻ, ഈ ജീവിതം വിട്ടുകൊടുക്കാൻ, ഈ ഹൃദയം വിട്ടുകൊടുക്കാൻ. ആര് തടഞ്ഞാലും, ഏത് അന്ധവിശ്വാസം തടഞ്ഞാലും ഞാൻ ഇറങ്ങിച്ചെല്ലും. മക്കൾക്ക് ശാപം വരുമെന്ന് വിധി എഴുതിക്കൊണ്ട് ക്രൂശിനെ തടയാൻ പിശാചി തയ്യാറെടുക്കുമ്പോൾ ഭക്തൻ ഉള്ളിൽ പറയണം, നോ, ഈ ക്രൂശന്റെ അനുഗ്രഹം, ഇതെന്റെ പ്രശംസ, ഇതെന്റെ അഭിമാനം, ഇതെന്റെ വിടുതൽ, ഇതെന്റെ രോഗശാന്തി, ഇതെന്റെ അത്ഭുതം, എൻ്റെ ജീവിതത്തിന്റെ സകല പുരോഗതിയുടെയും ആധാരം നസ്രയനായ യേശുവിന്റെ ക്രൂശാണ്. ആ ക്രൂശിനെയും ക്രൂശിക്കപ്പെട്ടവനെയും ഉയർത്തിക്കൊണ്ട് പറയാ, ഒരുവൻ എന്നെ അനുഗമിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പ്, സത്യസന്ധമായി അനുഗമിക്കുന്നവന് അവനൊരു ക്രൂശ് വെച്ചിട്ടുണ്ട്. ആ ക്രൂശ് ഒരു പരാജയമല്ല, അത് ജയത്തിന്റെ ചിഹ്നമാണ്, അത് വിജയത്തിന്റെ ചിഹ്നമാണ്. അന്ധകാരത്തിന്റെ ശക്തികൾ അലറി ഓടുന്ന, ഇരുട്ടിന്റെ ആത്മാക്കൾ കിതച്ചു വീഴുന്ന, സകല ദുഷ്ടശക്തികളും കാൽക്കീഴാകുന്ന ഒരൊറ്റ ആയുധം ഉലകത്തിലുണ്ടെങ്കിൽ അതിന്റെ പേര് നസ്രയനായ യേശുവിന്റെ ക്രൂശാണ്. ആ ക്രൂശികനെയും ക്രൂശിക്കപ്പെട്ടവനെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസ്രയനായ യേശുവിന്റെ നാമം, മഹത്തരമായ നാമം. ഹല്ലേലൂയ. പ്രിയരേ, എന്താ സംഭവിക്കുന്നത് അറിയണ്ടേ? അവനൊന്നും വീട്ടിൽ ചെല്ല, ഭാര്യയോട് പറയാതിരിക്കാൻ വയ്യ. അവൻ്റെ മുഖത്ത് ഒരല്പം ദുഃഖവും മറുവശത്തൊരു സംതൃപ്തിയും ക്ഷീണവും. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എടീ അതേ ഒരു വിഷയമുണ്ട്. എന്താ? നീ ഒന്നും ഓർക്കരുതേ. ആ പറ. മക്കൾ 2 പേരും കേൾക്കാൻ നിൽക്കുക. നാട്ടുകാരെല്ലാം പറയുന്നു നമ്മുടെ കുടുംബത്തൊരു ശാപം വരുമെന്ന്. എന്ത് ശാപം? ഞാനിന്നൊരുവൻ്റെ ക്രൂശ് ഈ ചുമലിലെടുക്കേണ്ടി വന്നു. അമ്പരപ്പോടെ അവൾ നോക്കുമ്പോൾ ആരുടെയാ? സാധാരണ ദുർമാർഗികളുടെ, അധർമ്മികൾക്കൊപ്പം അവനെ ക്രൂശിച്ചു എന്നാ. ഒരധർമ്മിയുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാൻ കാത് കുറിപ്പിച്ചിട്ട് അവൾ പറയുക, നസ്രയത്തുകാരൻ യേശു എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഉവ്വ്, നമ്മൾ കാണാനിരുന്നല്ലേ. ആ മഹാനുഭവൻ പിടഞ്ഞ് പ്രാണനെ വിട്ടു. ഇതെൻ്റെ ഒരു ചിന്തയാണ്. ഒരുപക്ഷെ ഇവൻ തൻ്റെ ഭാര്യയോട് ഇത് പറയുമ്പോൾ യേശു പിടയുന്നുണ്ട് ക്രൂശിൽ. മക്കളെ 2 പേരെയും നോക്കിയപ്പോൾ അമ്മ പറയാ, സാരമില്ല മക്കളെ, നാളെ ഈ വീട്ടിലും ഇത്തരമൊരു ക്രൂശ് വന്നാലും ഞങ്ങൾക്ക് അപമാനമില്ല. കാരണം നിൻ്റെ പപ്പ ചുമന്നതേ അഭിമാനമുള്ളവൻ്റെ ക്രൂശ. നിൻ്റെ പപ്പ ചുമന്നത് കരുത്തറ്റവൻ്റെ ക്രൂശ. നിൻ്റെ പപ്പ ചുമന്നത് നീതിമാൻ്റെ ക്രൂശ. തലമുറകൾക്കപ്പുറത്ത്
അപ്പൻ ഈ ക്രൂശ് ചുമന്നതിൻ്റെ ആനുകൂല്യം പറ്റി ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർ പറയണം, എൻ്റെ സകല വിടുതലിൻ്റെയും കാരണം അപ്പന് മറ്റ് കഴിവൊന്നുമില്ല, അപ്പൻ സമ്പന്നനായിരുന്നില്ല, അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്, വിദ്യാസമ്പന്നനല്ല. പക്ഷേ ഈ ചുമലേ യേശുവിൻ്റെ ക്രൂശ് ചുമക്കാൻ വിട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം മക്കൾക്ക് ബാക്കി വെച്ചതിൻ്റെ ആനുകൂല്യം പറ്റിയ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്ന പറയാൻ ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഒറ്റക്കല്ല, ഞാനും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ മഹാദൈവത്തിൻ്റെ പുത്രനെ ഉയർത്തുമ്പോൾ സകല അനുഗ്രഹത്തിനും കാരണഭൂതൻ്റെ ഈ ക്രൂശ് ജീവിതത്തിൽ ഒന്ന് ചുമക്കാൻ കിട്ടിയതേ ശ്രേഷ്ഠകരമായ ഭാഗ്യകരമായ ഒരു അനുഭവമാണെന്നുള്ള ഉറപ്പ് എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. നമുക്ക് ഈ ബലത്തോടെ വേണം ഇവിടം വിട്ടു പോകാൻ. കണ്ട് ഭാരപ്പെടണ്ട. നമ്മുടെയൊക്കെ 2-3 തലമുറ മുമ്പുള്ള ജീവിതം വലിയ കഷ്ടപ്പാടിൻ്റെതാണ്. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൻ പണിയെടുത്തൊക്കെ പുലർത്തിയ ഒരാളാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് അത്യാവശ്യം ജോലി ചെയ്യാനൊക്കെ വശമുള്ള ആളാണ്. പണി ചെയ്യാൻ മടിയില്ല, അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ നമ്മളോട് വിരോധിച്ചിട്ട് പറയും, വാർക്കപ്പണിക്ക് പോടുമെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടും. അത് മോശം പണിയാണോ? ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഇന്ത്യക്കൊരു കുഴപ്പമുണ്ട്. ലോകത്ത് ജോലി ചെയ്തവനോട് ബഹുമാനം ഇല്ലാത്ത ഒറ്റ രാജ്യം ഇന്ത്യയായിരുന്നു. ജോലി ചെയ്തവരോട് അല്ലേ? അണ്ടാ നമുക്ക് ഇന്ന് ഈ ജോലി ചെയ്തു എന്ന് പറയാൻ ഒരു മടിയാണ്. അപ്പൻ ജോലി ചെയ്തു എന്ന് പറയാൻ മടിയല്ലോ ഉണ്ടോ? ഒരു മടിയില്ല. അത് ഞാൻ ചിലപ്പോൾ ഒരല്പം കുറ്റം വിധിക്കുന്ന വിധത്തിൽ ഒരു കാര്യം പറയാം. പെണങ്ങല്ലേ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിക്കും, ഇതാണ് പാപ്പ അല്ലെ, മൊബൈലിൽ കാണാം. ഞാൻ നോക്കുമ്പോൾ സുന്ദരനായൊരു പപ്പ, ഞാനും ഇതേ നിങ്ങളെ കാണിക്കും. സുമുഖനായൊരു പപ്പ, ഉടുപ്പൊക്കെ ഇട്ട്, ചിലപ്പോൾ പട്ടാളത്തിലാണെങ്കിൽ വേഷമൊക്കെ അണിഞ്ഞ്, ഗൾഫിലാണെങ്കിൽ കപ്പൽ, പഴയ കാലമല്ലേ, കപ്പലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. യഥാർത്ഥ പപ്പ അങ്ങനെയല്ല. ഈ ജോലി കഴിഞ്ഞ് വന്ന് ഇളംതിണ്ണയ്ക്ക് മധുരം ചേർക്കാതെ ഒരു ചായ കുടിച്ചു, ഷർട്ടിടാതെ, അതിൽ വാഴക്കറ പുരണ്ട ഉടുപ്പോടെ നമ്മെ പുലർത്താൻ നടന്നൊരു പാപ്പായെ എത്ര പേര് ജീവിതത്തിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വച്ചിട്ടുണ്ട്. പലതും നമുക്ക് ചെയ്തു തരണമെന്നുണ്ട്, ശേഷിയില്ല. നമ്മെപ്പോലെ 6-7 മക്കളെ വളർത്തി ഈ അപ്പനുണ്ടല്ലോ, അമിത ആഹ്ലാദവും ഇല്ല. അപ്പ അങ്ങനെ ഉറങ്ങിക്കാണുന്നത് പോലും നിങ്ങൾ കണ്ടിട്ടില്ല. സ്നേഹത്തിലൊരു വാക്കും പറഞ്ഞിട്ടില്ല. അന്ന് അപ്പയോട് വലിയ വിണക്കം തോന്നിയല്ലേ? കാലമേറെ കഴിഞ്ഞിട്ട് ഇപ്പം മനസ്സിലാകുന്നു അപ്പൻ്റെ വില എന്താണെന്നറിയണ്ടേ. അപ്പ നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം, അതേത് സഭയാകട്ടെ. പണ്ട് എല്ലാ സഭയിലും ഉണർവുണ്ടായിരുന്നേ, പിന്നെ എല്ലാ ദൈവമക്കളുണ്ടായിരുന്നേ. പപ്പയും മമ്മിയും അമ്മയൊക്കെ തന്ന ഏറ്റവും വലിയ സമ്പത്തി അവർ പറഞ്ഞ, അവർ പഠിച്ച, മനസ്സിലാക്കിയ യേശു നല്ലവനായിരുന്നു. ഈ തഴമ്പിൻ്റെ ബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളിവിടെ നിൽക്കുന്നത്. വേറെ ഒന്നുമില്ലാന്നേ. ഇവനിതെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ നിർത്തുക. കാലമേറെ കഴിഞ്ഞപ്പോൾ ഇയാളുടെ മക്കൾ ആരായി എന്നാണ് നിങ്ങളുടെ വിചാരം? നമ്മൾ രൂഫോസ് എന്നൊരാളെ കാണുന്നുണ്ട്. രൂഫോസ് ഇവൻ്റെ ഒരു മോന. അലക്സാണ്ടറെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. രൂഫോസ് ആരായി എന്നറിയണ്ടേ? ചരിത്രപ്രസിദ്ധമായ എഫസോസ് സഭയുടെ പരമാധ്യക്ഷനായി എന്ന ചരിത്രം. മനസ്സിലായോ? അവനെ നോക്കി പൗലോസ് പറയാ, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനും എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറവി. കുരിശു ചുമന്ന് ഏതോ കൊലക്കളത്തിൽ മരിച്ചു വീഴുന്ന ശാപം വേട്ടയാടുമെന്ന് ലോകം ചിന്തിച്ച സ്ഥാനത്ത് എൻ്റെ നാമത്തിൽ നീ ത്യജിച്ചതൊക്കെ 100 മടങ്ങല്ല 1000 മടങ്ങായി തിരിച്ചു കിട്ടുമെന്ന വാഗ്ദത്തം ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇവിടെ വ്യാപരിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്യാം. ഈ ക്രൂശനെ ചുമക്കാം. ക്രൂശൻ്റെ ധീര പടയാളികളായി ക്രിസ്തു യേശുവിന് വേണ്ടി സേവനം ചെയ്യാൻ നമുക്കൊത്തൊരുമിച്ച് ജാഗ്രതപ്പെടണം. എല്ലാ കണ്ണുകളും അടച്ചട്ടെ, ഹൃദയങ്ങളെ ആക്രമിക്കട്ടെ, തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചട്ടെ. എനിക്ക് ഈ ക്രൂശ് ചുമക്കണം. നമ്മൾ ചുമക്കുന്നവരാ ഭൂരിപക്ഷം. എന്നാൽ എൻ്റെ സമർപ്പണത്തിൽ എവിടെയോ കുറവ്. ക്രൂശിന് കട്ടികൂടുന്നിടത്തൊക്കെ അസഹനീയമെന്ന് തോന്നുന്നൊരു ഉൾവിളി
എനിക്ക് തിരുത്തണം, എനിക്കൊന്ന് മാറണം. വേദനയുടെ കാഠിന്യത്തിലൊക്കെ നമ്മൾ ക്രൂശ് താത്തു വെക്കാൻ ഒരുമ്പിടുമ്പോൾ പാടില്ല. അത് നിൻ്റെ അനുഗ്രഹമാണ്, അതിൻ്റെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റുന്നതാ. അതുകൊണ്ട് ക്രൂശ് ചുമന്ന് 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 കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ എനിക്കവനെ അനുഗമിക്കണം. ഇങ്ങനെ സമർപ്പണം ചെയ്ത ഒരാളെങ്കിലും അകത്തോ പുറത്തോ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പരിസ്ഥിതി പരിഗണിച്ച് എനിക്കെല്ലാവരെയും കാണാൻ സാധിക്കില്ല. പക്ഷേ യേശുവിനെ അങ്ങനെ അനുഗമിക്കാൻ, ഒരു പുനഃസമർപ്പണം ചെയ്യാൻ ആർക്ക് മനസ്സുണ്ട് അവർക്ക് മാത്രം കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ചില കരമുയർത്തുന്നു, ചില സഹോദരങ്ങൾ കരമുയർത്തുന്നു. വചനം അങ്ങനെ ഹൃദയാന്തർഭാഗത്ത് തൊട്ടെങ്കിൽ കരമുയർത്തിയാട്ട് ഞങ്ങളൊരു വാക്കിൽ പ്രാർത്ഥിക്കും. ആ കരമുയർത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായും കരമുയർത്താം. നമ്മുടെ ചിന്തയ്ക്ക് ആക്കം വരട്ടെ, വാക്കുകൾക്ക് മൂർച്ച വരട്ടെ, ശുശ്രൂഷയ്ക്ക് ആഴം വരട്ടെ, കാഴ്ചപ്പാടുകൾക്ക് ശക്തി വരട്ടെ. അവനെ അനുഗമിച്ചാൽ എന്ത് കിട്ടും? ആ ചോദ്യത്തിന് മുമ്പിൽ അങ്ങയുടെ ആ പരിശുദ്ധ സാന്നിധ്യം ക്രൂശിൻ്റെ ചുവട്ടിലും ആസ്വദിപ്പാൻ എന്നെ പ്രാർത്ഥനാക്കണമേ എന്ന പ്രാർത്ഥനയിൽ കരങ്ങളെ താഴ്ത്തിയിടാ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ഇന്ന് തിരുസന്നിധിയിൽ കരമുയർത്തി അങ്ങയോട് പ്രതിജ്ഞാബദ്ധരായ ഈ മക്കളുടെ മീതെ തിരുസാന്നിധ്യം ഉണ്ടാകണം. തിരുകൃപ അവരിൽ വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു തീരാത്ത ദാനങ്ങളിലൂടെ ഞങ്ങളെ മുമ്പോട്ട് നയിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വന്ദനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.